അവർക്ക് വേണ്ടത് പ്രാർത്ഥനയാണ്, അവർക്ക് വേണ്ടി ആശ്വാസത്തിന്റെ ഒരു വചനമാണ് അവർക്ക് വേണ്ടത്. അത് ആഗ്രഹിച്ചുകൊണ്ട് നൂറുകണക്കിന് ആളുകളും എന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവരെ മടക്കേക്കാൻ എനിക്കാവൂല, അവരെ വെറുതെയാക്കാൻ എനിക്കാവൂല. എന്നെ കൊണ്ടാവും വിധം അവർക്ക് ഞാൻ ഖിദ്മത്ത് ചെയ്തും എന്നെ കൊണ്ടാവും വിധം അവരെ ഞാൻ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടു രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഈ സമുദായത്തിന് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി, അവിടെ മതമുള്ളവനും മതമില്ലാത്തവനും സംഘടനയിൽപ്പെട്ടവനും പെടാത്തവനും എല്ലാവരും ഒരുമിച്ചു വരികയാണ്. എല്ലാവർക്കും വേണ്ടത് ഉസ്താദിന്റെ ദുആയാണ്. കേവലം ഒന്നോ രണ്ടോ ആളുകളുടെ മുഖം മാത്രമല്ലല്ലോ കാണുന്നത്, രണ്ടു മൂന്ന് പേരോട് മാത്രമല്ലല്ലോ സംസാരിക്കുന്നത്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളോടാണ് സംസാരിക്കുന്നത്. പക്ഷെ ഒരാളോടും ഗൗരവപ്പെടുന്നില്ല, ഒരാളോടും ദേഷ്യം പിടിക്കുന്നില്ല, ഒരാളോടും അനിഷ്ടകമായ ഒരു വാക്ക് പറയുന്നില്ല. ഒരു മനസ്സിനെ പോലും വേദനിപ്പിക്കാതെ എല്ലാവർക്കും സന്തോഷം പകർന്നു നൽകുന്ന ആശ്വാസവാക്കുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ റസൂലുള്ളാഹ് സ്വഹാബത്തിനോട് ചോദിച്ചിട്ടുണ്ടല്ലോ, അമലുകളിൽ വെച്ച് ഏറ്റവും നല്ല അമൽ ഏതാണെന്നറിയുമോ എന്ന്. എന്നിട്ട് റസൂലുള്ളാഹ് തന്നെ അതിന്റെ മറുപടി പറയുകയാണ്, ഇദ്ഖാലുസ് സുറൂരി അലൽ മുസ്ലിം, ഒരു വിശ്വാസിയായ മനുഷ്യന്റെ മനസ്സിന് സന്തോഷം പകരലാണ് ഏറ്റവും വലിയ അമലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ തന്നെ കാണാൻ വേണ്ടി വരുന്നവർക്കെല്ലാവർക്കും സന്തോഷം പകരുകയാണ്. എത്ര തവണയാണ് നമ്മൾ ആ സബിതത്തിൽ ചെന്നെത്തിയത്, പക്ഷെ ഇന്നതൊക്കെ ആലോചിക്കുമ്പോൾ വലിയ വിഷമം തോന്നുകയാണ്. പടച്ചവനെ, എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോ, എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ ഒന്ന് ദുആ ചെയ്യിപ്പിക്കാൻ ഞങ്ങൾക്ക് ചില മഹാന്മാരുണ്ടായിരുന്നു. അവരിൽപ്പെട്ടവരാണല്ലോ ഈ ലോകത്തോട് വിട പറയുന്നത്. ആരെങ്കിലും വന്നു, ഉസ്താദേ ഇന്നാലിന്ന വിഷമുണ്ട്, ഇന്നാലിന്ന പ്രയാസമുണ്ട്, ഏതെങ്കിലും ഒരു മഹാന്റെ അടുത്ത് പോയി ഒന്ന് ദുആ ചെയ്യിപ്പിക്കണം, ആരെടുത്താ പോവുക എന്ന് ചോദിക്കുന്ന അവസരത്തിൽ ഞങ്ങളുടെ മുറ്റത്തൊരാളുണ്ട്, ഞങ്ങളുടെ നാട്ടിലൊരാളുണ്ട്, ഞങ്ങളുടെ പരിസരത്തൊരാളുണ്ട്, അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തി ദുആ ചെയ്യുന്നൊരു പാവപ്പെട്ട മനുഷ്യനുണ്ട് എന്ന് പറഞ്ഞു ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് ചില മഹാന്മാരുണ്ട്. അവരിൽ പ്രമുഖരാണ് മഹാനായ ശൈഖുനാ ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദ്. ആ ഉസ്താദാണ് വിട പറഞ്ഞത്. ഓർക്കും തോറും സങ്കടം വരികയാണ്. എത്രയെത്ര ആളുകൾക്കാണ് വിഷമങ്ങൾ മാറാൻ കാരണക്കാരനായത്. ഒരു തവണ ഒരാള് കുറച്ച് വലിയ സാമ്പത്തികമുള്ള, എന്റെ കണ്ണൂർ ജില്ലയിലെ വലിയ സാമ്പത്തിക ഒരു മനുഷ്യനാണ്. ദീനിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമസ്തയുടെ സംഘടനയുടെ SKSSF കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാരിക്കോരി നൽകി സഹായിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞൊരു സംഭവമുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരി, ആ സഹോദരിക്ക് ക്യാൻസർ സമാനമായ രോഗം, ആ രോഗം ബാധിച്ച് ഇന്നാലിന്ന ഡേറ്റിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷനൊക്കെ തീരുമാനിച്ചു. പക്ഷേ ഓപ്പറേഷൻ ചെയ്യുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് ആ പെണ്ണിനെയും കൂട്ടി മാണിയൂർ ഉസ്താദിന്റെ വീട്ടിലേക്ക് വരികയാണ്. സംഭവങ്ങൾ പറയുകയാണ്. ഉസ്താദ് ദുആ ചെയ്യുകയാണ്. കുടിക്കാനുള്ള വെള്ളം, മന്ത്രിച്ച വെള്ളം കൊടുക്കുകയാണ്. ഇത് ദിവസവും കുടിച്ചോ എന്ന് പറഞ്ഞു ഓതാനും ചൊല്ലാനും ഉള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഈ പെണ്ണിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് അവസാനമായി വിദഗ്ധമായ ഒരു ചെക്കപ്പ് നടത്തിയപ്പോ ആ ഡോക്ടർമാർ പറഞ്ഞു, ഈ പെണ്ണിന് ഓപ്പറേഷൻ വേണ്ട. അത്ഭുതകരമായ വാർത്തകളാണ്. ഇതേതെങ്കിലും ഒരു പെണ്ണിന്റെ മാത്രം അനുഭവമല്ല, ഇതേതെങ്കിലും ഒരു മനുഷ്യന് മാത്രം പറയാനുള്ള കഥകളല്ല. അവിടെ ചെല്ലുന്ന ആയിരക്കണക്കിന് ആളുകൾക്കും പറയാനുള്ളത് ഇത്തരം രോഗങ്ങൾ മാറിയ കഥകളാണ്.
രോഗങ്ങൾ മാറിയ കഥകളാണ്. മാണിയൂർ ഉസ്താദിന്റെ അടുത്ത് സ്ഥിരം വെള്ളത്തിന് വേണ്ടി വരുന്ന ഒരു സഹോദരി, ആ സഹോദരിക്ക് വെള്ളം വേണം. പക്ഷെ മാണിയൂർ ഉസ്താദ് ആ സദസ്സിൽ ഇല്ലായിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്നവർ വെള്ളം എടുത്തു കൊടുക്കുന്നതിനിടയിൽ വെള്ളം എടുത്തു കൊടുത്തു. ആ പെണ്ണ് അത് തിരിച്ചു പോവുകയും ചെയ്തു. ആ വെള്ളം കുടിച്ചു. പക്ഷെ പെണ്ണിന് ഉദ്ദേശിച്ച ഫലം കിട്ടുന്നില്ല. ആ പെണ്ണ് പറഞ്ഞു പോലും, കൊണ്ട് തന്നവരോട് പറഞ്ഞു പോലും, ഈ വെള്ളം മാണിയൂർ ഉസ്താദിന്റെ വെള്ളമല്ല എന്ന്. നമ്മൾ അങ്ങനെ തന്നെയാ പറയാറുള്ളത്. മാണിയൂർ ഉസ്താദിന്റെ വെള്ളം അഥവാ മാണിയൂർ ഉസ്താദ് മന്ത്രിച്ച വെള്ളം, ഈ വെള്ളം മാണിയൂർ ഉസ്താദിന്റെ വെള്ളമല്ല എന്ന് കുടിച്ച ഉമ്മ ഉറപ്പിച്ചു പറഞ്ഞു. കാരണം സാധാരണ കുടിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ശമനമുണ്ടാവാറുണ്ട്, എനിക്കൊരു സ്വസ്ഥതയുണ്ടാവാറുണ്ട്, എനിക്കൊരു സമാധാനം കിട്ടാറുണ്ട്. പക്ഷെ ഈ വെള്ളം കുടിച്ചിട്ട് എനിക്കത് കിട്ടുന്നില്ല. ഇത് മാണിയൂർ ഉസ്താദിന്റെ വെള്ളമൊന്നുമല്ല. അങ്ങനെ ആ വെള്ളത്തിന്റെ കുപ്പിയുമായിട്ട് തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് അവിടെയുള്ള ആളുകളോട് സംസാരിച്ച് കാര്യം വിശദീകരിച്ച് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്, ആ എടുത്തു കൊടുക്കുന്നവർക്ക് കുപ്പി അങ്ങ് മാറിപ്പോയിരുന്നു. അത് കുടിക്കാൻ വേണ്ടി വേറെ കൊണ്ടുവച്ച വെള്ളമായിരുന്നു കൊണ്ടുപോയത്. സാധാരണ മന്ത്രിച്ചു വെച്ച വെള്ളമല്ലായിരുന്നു എന്ന് അവിടുന്ന് പിന്നീട് തിരിച്ചറിയുകയാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്ക്, ഇത് കുടിക്കുന്നവർക്ക്, ഉപയോഗിക്കുന്നവർക്ക് അതിന്റെ ഫലം അനുഭവിക്കാൻ വേണ്ടി കഴിയുന്നതാണ്. അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ, എത്രയെത്ര സംഭവങ്ങൾ, ഒന്ന് രണ്ടല്ലല്ലോ. കുട്ടികളില്ലാതെ വിഷമിച്ച എത്രയോ മനുഷ്യന്മാർ, അവര് പിന്നീട് അവിടുത്തെ വെള്ളം കുടിച്ചു അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖോടുകൂടി എനിക്കൊരു സന്താന സൗഭാഗ്യമുണ്ടായി എന്ന് പറയുന്നത് ഒന്നും രണ്ടും പേരുമല്ല. കേവലം ഒന്നോ രണ്ടോ പേരാണെങ്കിൽ അത് യാദൃശ്ചികമാണ് എന്ന് പറയാം. ഇത് നൂറുകണക്കിന് ആളുകൾക്ക് പറയാനുള്ളതും ഒരേ അനുഭവങ്ങളാണ്. എന്തൊരു അത്ഭുതകരമായ ഫലം. ഈ ഫലം കിട്ടാനുള്ള കാരണം എന്താ? ഇത് കേവലം വെറുതെ ആടിയിരുന്ന് മന്ത്രിച്ചതുകൊണ്ടൊന്നുമല്ല. നമുക്കും മാണിയൂർ ഉസ്താദിനെ പോലെ ആവാന്ന് കരുതിയിട്ട് പുരക്ക് മൂലക്കിരുന്നിട്ട് ഒരു വെള്ളം എടുത്തു കൊണ്ടുവന്നിട്ട് നൂറുകണക്കിന് അസ്മാൽ ഹുസ്ന ചൊല്ലിയിട്ട് മന്ത്രിച്ചാലൊന്നും ഈ ഫലം കിട്ടണമെന്നില്ല. എല്ലാറ്റിനും അതിൻ്റെതായ ഫലമുണ്ട്. പക്ഷേ ഈ ഉദ്ദേശിച്ച ഈ രീതിയിലുള്ള ഫലം കിട്ടണമെങ്കിൽ അത് മഹാന്മാരിൽ നിന്ന് ഇജാസത്ത് കിട്ടണം, സമ്മതം കിട്ടണം, മഹാന്മാരുടെ പൊരുത്തത്തോടു കൂടിയാവണം. ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദിനെ കുറിച്ച് പറയുന്നത് അവിടുത്തെ ഉപ്പയിൽ നിന്ന്, അവിടുത്തെ പിതാക്കന്മാരിൽ നിന്ന് തന്നെയാണ് ഇജാസത്ത് ലഭ്യമായിട്ടുള്ളത് എന്ന്. അതേപോലെ മഹാന്മാരുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചിരുന്നു എന്നോ. എത്രത്തോളം ദയൂബന്ദിൽ പഠിക്കുന്ന സമയം, അന്ന് കേവലം 26 വയസ്സ് അത്രയും പ്രായമുള്ള, അല്ലെങ്കിൽ അതിന് സമാനമായ പ്രായമുള്ള സമയം, അന്ന് പഠിക്കുന്ന നേരം പ്രിയപ്പെട്ടവർ ആലോചിച്ചു നോക്ക്. പഠിക്കുന്ന സമയം ആ ദയൂബന്ദിലുള്ള 12 ഉസ്താദുമാരിൽ നിന്നും പല രീതിയിലുള്ള ഇജാസത്ത് സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ മാണിയൂർ ഉസ്താദിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് ചൊല്ലാൻ തുടങ്ങിയത്, ഇജാസത്ത് അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയത് ഇന്നലെയും ഇന്നും തുടങ്ങിയതല്ല. പഠന കാലയളവ് മുതലേ തുടങ്ങിയതാണ്. വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം ആ നന്മകൾ അണമുറിയാതെ തുടർന്നപ്പോഴാണ് തനിക്ക് ഇജാസത്ത് തന്നവരെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റിയതിന്റെ ഗുണമാണ് അവരുടെ ഓരോ മന്ത്രത്തിലും ഓരോ വാക്കിലും പ്രതിഫലിച്ചത്. ഇജാസത്തോടു കൂടിയുള്ള ഇടപെടലുകളാണ്. മാത്രമല്ല ജീവിതം പരിശുദ്ധമാണ്. ഒരു മുത്തബിഉസ് സുന്ന, നമ്മൾ പറയാറില്ലേ ചില സ്വഹാബികളെ കുറിച്ച്, മുത്തബിഉസ് സുന്ന അഥവാ സുന്നത്തുകളെ അങ്ങനെ തന്നെ പിൻപറ്റുന്നവർ. മഹാനായ ശൈഖുനാ മാണിയൂർ ഉസ്താദിന്റെ ജീവിതം പരിശോധിക്കുമ്പോ ആ ജീവിതം നേർക്കുനേർ കണ്ട മനുഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ അവര് പറയുന്നുണ്ട്, സുന്നത്തുകളെ അത്രമേൽ ജാഗ്രതയോടെ പുലർത്തിയിട്ട് ജീവിച്ചവരാണ്. പതിറ്റാണ്ടുകളായി മുടങ്ങാതെ ളുഹാ നിസ്കരിക്കുന്നു. ളുഹാ നിസ്കാരം മുടങ്ങാതെ നിസ്കരിക്കുകയാണ്. ളുഹാ നിസ്കാരം നമ്മളോ, നമുക്ക് നേരെയുള്ള സമയത്താണ് നമ്മൾ ളുഹായിന് പരിഗണന കൊടുക്കുക. എന്നാൽ നേരമില്ലെങ്കിലും നേരമുണ്ടാക്കിയിട്ട് ളുഹായിന് പ്രാധാന്യം കൊടുക്കുന്ന മഹാന്മാരുണ്ട്. നമ്മുടെ SKSSF ഒരു പ്രോഗ്രാം കണ്ണൂർ ജില്ലയിലെ മാട്ടൂൽ
കടപ്പുറത്ത് വെച്ച് നടന്നു. SKSSF വിഖായയുടെ ഒരു പ്രോഗ്രാം ആയിരുന്നു. ഒരു ന്യൂ ഇയറിന്റെ അന്ന് രാത്രി 12 മണിക്ക് ശേഷം നടന്ന ഒരു ക്യാമ്പ്. അങ്ങനെ ആ ക്യാമ്പില് എന്റെ മുന്നിലിരിക്കുന്ന SKSSFന്റെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ കുറെ കാലമായി മുടങ്ങാതെ നിസ്കരിക്കുന്ന എന്തെങ്കിലും ഒരു സുന്നത്ത് നിസ്കാരമുണ്ടോ എന്ന്. അതിൽ ഏകദേശം ഒരു 23 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ അവൻ കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, തഹജ്ജുദ് മുടങ്ങാറില്ല. ഞാൻ ചോദിച്ചു, എത്ര കാലമായി? 4 കൊല്ലമായി, 4-5 കൊല്ലമായി മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിക്കുന്നു. ഇത് കേട്ടപ്പോ ചോദിച്ച് എനിക്ക് തന്നെ ലജ്ജ തോന്നിപ്പോയി. പടച്ചോനെ, ഈ ചെറുപ്പക്കാര് സമസ്തയുടെ പതാക നെഞ്ചിലേറ്റുന്നവർ, SKSSFന്റെ പതാകയെ നെഞ്ചിലേറ്റുന്നവർ, പാതിരാവിന്റെ പാതിവേളയിൽ എഴുന്നേറ്റുകൊണ്ട് മരം കോച്ചുന്ന തണുപ്പിനെ വകവെക്കാതെ എഴുന്നേറ്റുകൊണ്ട് തണുത്ത വെള്ളത്തിൽ വുളൂ ചെയ്തുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. ആ തഹജ്ജുദ് നിസ്കാരം മുടങ്ങാതെ 4-5 വർഷമായി തുടരുകയാണ്. എന്റെ പ്രിയപ്പെട്ടവർ, ആലോചിച്ചു നോക്ക്, എത്ര അഭിമാനകരമായ നിമിഷമാണത്. SKSSFന്റെ പ്രവർത്തകർ, അവർക്ക് എവിടുന്നാണ് ഈ ആവേശം കിട്ടിയതോ? ഇത്തരം മുത്തബിയുസുന്നകളായ കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ളവർ, മണിയൂർ ഉസ്താദിനെ പോലെയുള്ളവർ, കാളമ്പാടി ഉസ്താദിനെ പോലെയുള്ളവർ, പാറന്നൂർ ഉസ്താദിനെ പോലെയുള്ളവർ, ഇത്തരം മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കളായ പണ്ഡിതന്മാര്, അവരുടെ കഥകൾ കേട്ടിട്ടാണ് SKSSFന്റെ പ്രവർത്തകർ വളരുന്നതോ, ആ പ്രവർത്തകർക്ക് ആവേശം ലഭ്യമാകുന്നതോ ആ മഹാന്മാരുടെ ജീവിതം കണ്ടിട്ടും കേട്ടിട്ടുമാണ്. ആ ഒരു ഊർജത്തിന്റെ പുറത്താണ് അവരതാ സുന്നത്തുകൾ മുടങ്ങാതെ നിർവഹിക്കുകയാണ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരു സ്ഥലത്ത് ഇതേപോലെ പതിവായി മുടങ്ങാതെ എന്തെങ്കിലും സുന്നത്ത് നിസ്കാരം നിർവഹിക്കലുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒരാൾ കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, 17 കൊല്ലമായി ളുഹാ നിസ്കാരം മുടങ്ങിയിട്ടില്ല എന്ന്. 17 കൊല്ലായി ളുഹാ നിസ്കാരം മുടങ്ങിയിട്ടില്ല. വേറൊരു സ്ഥലത്ത് ഇതുപോലെ ചോദിച്ചു, മുടങ്ങാതെ നിസ്കരിക്കുന്ന എന്തെങ്കിലും ഒരു സുന്നത്ത് നിസ്കാരം ഉണ്ടോ എന്ന്. അന്നേരം ഒരു ഉപ്പാപ്പ കൈ ഉയർത്തിയിട്ട് പറഞ്ഞ് 25 കൊല്ലായി. ഞാൻ നല്ലോണം ദ്വാരുന്നു, പടച്ചോനെ ആ ഉപ്പാപ്പാക്ക് നീ റഹ്മത്തും ബറക്കത്തും കൊടുക്കണേ അല്ലാ എന്നൊക്കെ. എല്ലാവരും ആമീൻ പറഞ്ഞതിന് ശേഷം ഞാൻ ആ ഉപ്പാപ്പാനോട് ചോദിച്ച്, 25 കൊല്ലമായി മുടങ്ങാതെ നിസ്കരിക്കുന്ന ആ സുന്നത്ത് നിസ്കാരം ഏതാണ്? ആ ഉപ്പാപ്പ ഒരു ഉളുപ്പില്ലാണ്ട് പറഞ്ഞ് പെരുന്നാൾ നിസ്കാരം. അപ്പൊ നമുക്ക് പറയാനുള്ളത് പെരുന്നാൾ നിസ്കാരത്തിന്റെ കഥയാ. മുടങ്ങാതെ നിസ്കരിച്ച നിസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ, എന്നാൽ മുടങ്ങാതെ ളുഹാ നിസ്കരിച്ചവർ, മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിച്ചവർ, മഹാനായ ശൈഖുനാ മാണിയൂർ ഉസ്താദിന്റെ കൂടെ വിദേശയാത്ര നടത്തിയ ഒരു പണ്ഡിതൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ വിദേശയാത്രയിൽ പാതിരാവോളം പ്രഭാഷണം നടത്തി, ദുആ സദസ്സ് നടത്തി, എല്ലാം കഴിഞ്ഞ് തന്റെ റൂമിലേക്ക് ഉറങ്ങാൻ വേണ്ടി വന്നു. ഉസ്താദിന്റെ കൂടെ ഈ ചെറുപ്പക്കാരനായ പണ്ഡിതനും കൂടെയുണ്ടായിരുന്നു. അങ്ങനെ വളരെ താമസിച്ചിട്ടാണ് അവർ കിടന്നുറങ്ങിയത്. എന്നാൽ സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന്റെയും എത്രയോ മിനിറ്റുകൾക്ക് മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് ആഗ്രഹിച്ച് ആ ചെറുപ്പക്കാരനായ പണ്ഡിതൻ എഴുന്നേറ്റു. ഉസ്താദിന് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് കരുതി വളരെ സാവധാനത്തിൽ എഴുന്നേൽക്കുകയും വുളൂ ചെയ്യുകയും അങ്ങനെ നിസ്കരിക്കുന്ന ഒരു ഭാഗമുണ്ടായിരുന്നു. അവിടേക്ക് നടന്നു വരികയും ചെയ്യുമ്പോൾ കാണുന്നത് തഹജ്ജുദ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മാണിയൂർ ഉസ്താദിനെയാണ്. അഥവാ വളരെയേറെ താമസിച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. പക്ഷെ എന്നാലും തഹജ്ജുദിന് മുടക്കമില്ല. സുന്നത്തുകളെ മുറുകെ പിടിച്ചവരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് മുത്തബിഉ സുന്ന എന്ന്. എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും, എത്രമേൽ സാഹചര്യങ്ങൾ പ്രതികൂലമായാലും തഹജ്ജുദിന് മുടക്കമില്ല, ളുഹായിന് മുടക്കമില്ല, വിത്റിന് മുടക്കമില്ല, സുന്നത്ത് നിസ്കാരങ്ങൾക്ക് മുടക്കമില്ല. എല്ലാം കൃത്യമായി നിർവഹിച്ചു പോകുന്ന അമലുകളോ അതൊക്കെ കൊണ്ട് തന്നെയാണ് അവരുടെ വാക്കുകൾക്കും അവരുടെ മന്ത്രത്തിനും വലിയ ഫലം അനുഭവിക്കാൻ വേണ്ടി സാധ്യമായതോ. സുന്നത്തുകളെ പരിപൂർണമായി പാലിക്കുന്നു. അതുപോലെ പരിശുദ്ധമായ ഖുർആൻ ധാരാളം പാരായണം ചെയ്യും. മണിയൂർ ഉസ്താദിന്റെ ഒരു പ്രത്യേകതയായി അവരുടെ കുടുംബം തന്നെ പറയുന്ന ഒരു കാര്യമാണ്, നല്ലോണം ഖുർആൻ പാരായണം ചെയ്യും. നല്ലോണം ഖുർആൻ പാരായണം
പാരായണം ചെയ്യും. നമ്മളൊക്കെ തിരക്കിലിടും പെടുമ്പോ നമുക്ക് പാരായണം ഇങ്ങനെ കുറയും. എല്ലാവരോടും ഖുർആൻ ഓതണമെന്ന് പറയുന്നവർ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്കുള്ള യാത്രക്കിടയിൽ അവർക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ ഒരു പക്ഷെ സമയം കിട്ടിയെന്ന് വരില്ല. പക്ഷെ അതിനേക്കാൾ വലിയ തിരക്കുകളിലൂടെ സഞ്ചരിച്ചപ്പോഴും അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം, പരിശുദ്ധമായ ഖുർആൻ അത് പാരായണം ചെയ്യാൻ തന്റെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളിലും സമയം കണ്ടെത്തിയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പരിശുദ്ധമായ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് വെച്ചവർ അവരുടെ ഇജാസത്ത് മഹാന്മാരിൽ നിന്ന് ലഭ്യമായ ഇജാസത്തിൽ ധാരാളം സൂറത്തുകൾ പാരായണം ചെയ്യാനുണ്ട്. അതിൽപ്പെട്ടതാണ് സൂറത്തുൽ ഫാത്തിഹ. എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും 20 പ്രാവശ്യം ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യണമെന്നതോ സുഹ്റവർദിയ തരീഖത്തിലെ ഇജാസത്തിന്റെ ഭാഗമാണ്. ആ സുഹ്റവർദിയ തരീഖത്തിലെ അമലിന്റെ ഭാഗമാണ്. ഇജാസത്തായി ലഭ്യമായ നിസ്കാരത്തിന് ശേഷമുള്ള സൂറത്തുൽ ഫാത്തിഹ എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും 20 തവണ പാരായണം ചെയ്യും. ആ ഒരു അമല് മാത്രം പരിശോധിക്കുമ്പോൾ ദിവസവും 100 സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തു വെക്കുകയാണ്. ഇത് കേവലം അതുമാത്രമൊന്നുമല്ല, അതുപോലെ ഒരുപാട് അമലുകൾ അവരുമായി അടുത്ത ബന്ധമുള്ള ഉസ്താദിനെ അടുത്തറിഞ്ഞ മനുഷ്യന്മാരോട് സ്വകാര്യമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ യാഥാർത്ഥ്യം എന്താണെന്നറിയോ? അമലുകൾ ഇജാസത്ത് പ്രകാരം ചെയ്യുന്ന ചില അമലുകൾ സുബഹി നിസ്കാരത്തിന്റെ മുമ്പ്, സുബഹിന്റെ മുമ്പ്, സുബഹിയുടെ വാങ്കിന്റെ മുമ്പ് 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതിരാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സുബഹിക്ക് മുമ്പ് ഓതി ചൊല്ലി തീർക്കേണ്ട തസ്ബീഹാണ് 100 പ്രാവശ്യം. വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി മുടക്കമില്ലാതെ മഹാനായ ശൈഖുനാ മാണിയൂർ ഉസ്താദ് അവர்கள் തന്റെ ജീവിതത്തിൽ ചൊല്ലി വന്ന ഒരുപാട് ഔറാദുകളിൽ, ഒരുപാട് വിറുദുകളിൽപ്പെട്ട ഒന്നാണ് സുബഹിക്ക് മുമ്പ് 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ആലോചിച്ചു നോക്ക്. ഇതൊക്കെ ഒരു സാധാരണക്കാരായ സാധുക്കളായ നമുക്കിത് കേൾക്കുമ്പോ വലിയ സങ്കടം തോന്നുകയാണ്. പടച്ചോനെ, അല്ലാഹുവേ, ആ മഹാന്മാർ എത്ര വലിയ അമൽ ചെയ്തവരാണ്, എത്ര വലിയ ഇബാദത്ത് ചെയ്തവരാണ്. തന്റെ ജീവിതത്തിന്റെ സിംഹഭാഗവും ഇബാദത്തിന് വേണ്ടി മാറ്റിവെച്ചവരാണ്. പടച്ചോനെ, സാധുക്കളായ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ലല്ലോ അല്ലോ. പ്രിയപ്പെട്ടവരെ, നിരാശപ്പെടണ്ട. നമ്മുടെ കയ്യിലുള്ളത് ആ മഹാന്മാരോടുള്ള സ്നേഹമാണ്. അൻത മഅമൻ അഹ്ബബ്ത. നീ ആരെയാണോ സ്നേഹിച്ചതെങ്കിൽ അവരോട് കൂടെയാണെന്ന് പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവർ നല്ലോണം ഖുർആൻ ഓതി, നല്ലോണം തസ്ബീഹ് ചൊല്ലി, നല്ലോണം സ്വലാത്ത് ചൊല്ലി, ദിവസം മുഴുവനും അമലുകൾക്ക് വേണ്ടി പല സമയങ്ങളും മാറ്റിവെച്ചു. മാത്രമല്ല, അവരുടെ ജീവിതം മുഴുവനും സമസ്തയാണ്. അവരുടെ ജീവിതം മുഴുവനും സമസ്തയാണ്. മരണം വരെ ആ സമസ്ത എന്ന പ്രസ്ഥാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ച് നല്ല റാഹത്തോടെ ഈ ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹു അല്ലാഹു അല്ലാഹ്. അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന്റെ പേരുകൾ നെഞ്ചോട് ചേർത്ത് വെച്ച മഹാനായ മാണിയൂർ ഉസ്താദ് ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് ചൊല്ലിയതും അത് തന്നെയാണ്. അല്ലാഹ് 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 അല്ലാഹ്. ഉസ്താദിന്റെ മരണസമയത്ത്, വഫാത്തിന്റെ നേരത്ത് കൂടെയുണ്ടായിരുന്നവര് പറയാൻ ആ അവസാന നിമിഷങ്ങളിൽ ധാരാളമായി ചൊല്ലിയത് അല്ലാഹ് 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 എന്ന ഓർമ്മയിലാണ്, അല്ലാഹ് എന്ന ആ ദിക്റിലാണ് നാവ് ഇങ്ങനെ ചലിച്ചു
ചലിച്ചു കൊണ്ടിരുന്നത്. അല്ലാ എന്ന ഫിക്റിലാണ് ഹൃദയം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ഉസ്താദ് അവസാന സമയങ്ങളിൽ താമസിച്ച ആ റൂമിന്റെ തൊട്ടടുത്ത റൂമിൽ താമസിക്കുന്ന ഒരാൾ അഥവാ പരിസരത്തുള്ള ഒരാൾ അദ്ദേഹം തന്നെ പറഞ്ഞൊരു സംഭവമുണ്ട്. എന്താ പറഞ്ഞെന്നറിയോ? ഒരു സാധാരണ ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറയാൻ ഉസ്താദിന്റെ റൂമിൽ നിന്ന് എപ്പോഴും കേൾക്കാറുള്ളത് അല്ലാ 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 എന്ന വാക്കാണ്. അതേ എപ്പോഴും കേൾക്കാറുള്ളൂ, എപ്പോഴും കേൾക്കുന്ന വാക്ക്. അവസാന സമയങ്ങളിലെ മണിക്കൂറുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പ് എപ്പോഴും ആ റൂമിൽ നിന്ന് പുറത്തേക്ക് കേട്ടുകൊണ്ടിരുന്ന ശബ്ദം അല്ലാഹ് അല്ലാഹ് എന്ന ശബ്ദമാണ്. പടച്ചോനെ, അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് എങ്ങനെയാണെന്ന് പറയാനാവുക? എങ്ങനെയായിരിക്കും നമ്മുടെ ആഖിബത്ത്? നമ്മൾ അവസാനം പറയുന്ന വാക്കെന്തായിരിക്കും? ആലോചിച്ചു നോക്ക്. നമ്മൾ അവസാനം പറയുന്ന വചനം എന്തായിരിക്കും? റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ അവസാന കലിമത്ത് ദിക്റാക്കണേ അല്ലാഹ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഹിദായത്തിലായി ജീവിച്ച് ഹിദായത്തിലായി മരിക്കാൻ കഴിയുക എന്നതാണ്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം എന്താ? ആരോഗ്യമല്ല, സമ്പത്തല്ല, സൗന്ദര്യമല്ല, മക്കളല്ല, മറ്റു ദുനിയാവിന്റെ സുഖങ്ങളൊന്നുമല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഹിദായത്താണ്. അതുകൊണ്ടാണ് ദിവസവും 17 തവണ നിർബന്ധമായി നമ്മൾ ദുആ ചെയ്യുന്നത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. ഏതായി നേരായ മാർഗം? ഞാനൊരു 5 മിനിറ്റ് ഇവിടെ സംസാരിക്കുകയാണ്. ഈ ഒരു ഭാഗം 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കുകയാണ്. പക്ഷെ ഇത് കേട്ടുകഴിഞ്ഞാൽ മരണം വരെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ നമ്മളെ കൊണ്ടാവൂല. ഈ വഴിയിൽ നിന്നും മാറി നിൽക്കാനും നമ്മളെ കൊണ്ടാവൂല. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. ഏതായി നേരായ മാർഗം? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. ആ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. ഇസ്ലാമിന്റെ മാർഗം എന്നല്ല പറഞ്ഞത്, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. അതന്നെയാണ് ഇസ്ലാമിന്റെ മാർഗം. പക്ഷെ അത് ഇസ്ലാമിന്റെ മാർഗം എന്നല്ല പറഞ്ഞത് അൻഅംത, നീ നിഅമത്ത് ചെയ്ത, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. ആരെയാണ് അല്ലാഹു അനുഗ്രഹിച്ചത്? സൂറത്തുൻ നിസായിലെ 69ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. മിനൻ നബിയ്യീന, പ്രവാചകന്മാർ, വസ്സുദ്ദീഖീന, സത്യസന്ധന്മാർ, വശുഹദാഇ, രക്തസാക്ഷികൾ. അതേപോലെ മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, സ്വാലിഹീങ്ങൾ, പ്രവാചകന്മാരെ നമുക്കറിയാം. അതുപോലെ സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ. നാലാമതായി പറഞ്ഞത് സ്വാലിഹീങ്ങളാണ്. അവരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ എന്നാണ്. ആരാണ് ഈ സ്വാലിഹ്? ആരാണ് സ്വാലിഹ്? കണ്ടെത്തണം നമ്മൾ. കാരണം 17 തവണ നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്, സ്വാലിഹീങ്ങളുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. അതിനു മുമ്പ് തിരിയണ്ടേ, മനസ്സിലാവണ്ടേ ആരാണ് സ്വാലിഹ് എന്നോ. ഒരാളെ കണ്ടാൽ പറയാൻ കഴിയോ സ്വാലിഹാണെന്നോ? താടിയുടെ നീളം നോക്കിയിട്ട് പറയാൻ കഴിയുമോ സ്വാലിഹാണെന്നോ? തലപ്പാവിന്റെ വണ്ണം നോക്കിയിട്ട് പറയാൻ കഴിയുമോ സ്വാലിഹാണെന്നോ? ധരിച്ച വസ്ത്രത്തിന്റെ വെണ്മ നോക്കിയിട്ട് പറയാൻ കഴിയുമോ സ്വാലിഹാണെന്നോ? ഇല്ല, ഇല്ല. പക്ഷേ ഒരാൾ ഈ ലോകത്തോട് വിട പറയുന്ന നേരത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് വിട പറഞ്ഞാൽ ആ വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് പറയാം അയാൾ സ്വാലിഹായിരുന്നു എന്നോ. അങ്ങനെയാണെങ്കിൽ ആരൊക്കെയാണ് സ്വാലിഹോ? ആരൊക്കെയാണ് ദിക്ർ ചൊല്ലിയിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞത്? മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ, മഹാനായ ശൈഖുനാ കോയക്കുട്ടി ഉസ്താദ്
അങ്ങനെ എണ്ണിക്കോ സമസ്തയുടെ മഹത്തുക്കളായ ആലിമീങ്ങള് അവസാനമായി ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാനായ ശൈഖുനാ മാണിയൂർ ഉസ്താദുകള് എല്ലാവരുടെയും ജീവിതത്തിന്റെ അവസാന മുഹൂർത്തങ്ങൾ പരിശോധിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് 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 എന്ന് ചൊല്ലിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ ആ മഹത്തുക്കളായ പണ്ഡിതന്മാർക്ക് സാധ്യമായിട്ടുണ്ടോ? അവരെ ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് പറയാം അവര് സ്വാലിഹാണ്, അവര് സ്വാലിഹാണ്. അവരുടെ മാർഗത്തിലേക്ക് ഞങ്ങൾ നീ ചേർക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിക്കോ, ആ സ്വാലിഹീങ്ങളുടെ കൂടെ കൂടിയാലല്ലാതെ വകൂനൂ മഅസ്സാദിഖീൻ, സത്യസന്ധന്മാരായ ആ സ്വാലിഹീങ്ങളുടെ കൂടെ കൂടിയാലല്ലാതെ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂല. അത് കൃത്യമായ യാഥാർത്ഥ്യമാണ്. കാരണം അല്ലാഹു അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് ഞങ്ങൾ നീ ചേർക്കണേ അല്ലാഹ് എന്നാണ് നിങ്ങൾ 17 തവണ നിർബന്ധമായി ദുആ ചെയ്യേണ്ടതെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നതാരാണ്? അഖിലാണ്ട മണ്ഡലങ്ങളുടെ അധിപനായ ജല്ല ജലാലായ റബ്ബുൽ ആലമീനായ അല്ലാഹുവാണ് നമ്മളോട് പറഞ്ഞു തന്നത്. അതുകൊണ്ട് മഹാന്മാരുടെ കൂടെ കൂടണം, അവര് സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിക്കണം. ഇന്ന് നമ്മുടെ ഈ കേരളത്തിലോ ഏതൊക്കെ മഹാന്മാര് കടന്നു വരുന്നുണ്ടോ അവരൊക്കെ ഒരു പതാകയുടെ കീഴിലാണ്. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന്റെ പതാകയുടെ കീഴിലാണ്. ആ മഹാന്മാരുടെ കൂടെ നിൽക്കാൻ, ആ മഹാന്മാര് പിടിച്ച കൊടി പിടിക്കാൻ നമുക്ക് സാധ്യമാവണം. സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ചില മനുഷ്യന്മാരുണ്ട്, ആ മനുഷ്യന്മാർക്ക് വലിയ അമലുകളൊന്നുമില്ല, പക്ഷെ അവരൊരു വിഭാഗത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്വാലിഹീങ്ങളായ ഒരു വിഭാഗത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു ഇഷ്ടം അവരോടൊപ്പം അവരെയും ചേർക്കുന്നതാണ്. ആ ഇഷ്ടം കാരണമായി ആ സ്വാലിഹീങ്ങളുടെ കൂടെ അവരും ഉൾപ്പെടുന്നതാണ്. ആ സ്വാലിഹീങ്ങൾ ചെയ്തതുപോലെയുള്ള അമല് ഇവര് ചെയ്തിട്ടില്ലെങ്കിലും ആ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെട്ടു എന്ന കാരണത്താൽ ഇവരും രക്ഷപ്പെടുമെന്ന് കമാ ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മഹാനായ ശൈഖുനാ മാണിയൂർ ഉസ്താദ് അവരുടെ ജീവിതം മുഴുവനും പരിശോധിച്ചോ, ആരെയും വെറുപ്പിച്ചിട്ടില്ല, ആരെയും പ്രയാസപ്പെടുത്തിയിട്ടില്ല. അവസാനമായി എഴുതിയ വസിയ്യത്തിൽ പോലും എഴുതിയതെന്താണ്? എനിക്കാരോടും വെറുപ്പില്ല, എനിക്കാരോടും പകയില്ല, എനിക്കാരോടും വിദ്വേഷമില്ല. ആരെന്നോട് എന്ത് ചെയ്താലും എല്ലാം ഞാൻ പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു. എത്ര വൃത്തിയായി വെടിപ്പോടെ എഴുതി വെച്ചിരിക്കുന്നു. ആരോടും വെറുപ്പില്ലാതെ ലോകത്തോട് വിട പറഞ്ഞവരാണ്. ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനെയാണ്. പ്രഗൽഭനായ സ്വഹാബിയാണ്, വഫാത്താവാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ മരണാസന്നനായി കിടക്കുമ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കിടക്കുന്നത് കണ്ടപ്പോ കൂടെയുള്ളവര് ചോദിക്കുകയാണ്, അല്ല മരിക്കുന്ന നേരത്തും നിങ്ങൾക്ക് എങ്ങനെയാണ് ചിരിക്കാൻ കഴിയുന്നത് എന്നോ? അപ്പോഴാണ് അബൂ ദുജാന റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത്, മരിക്കുകയാണെന്ന് കരുതിയിട്ട് കരയാനൊന്നും എന്നെ കിട്ടൂല. മരിക്കാൻ കിടക്കുമ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ഞാൻ കിടക്കുന്നതാണ്. കാരണം എനിക്ക് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, എന്റെ മനസ്സിലാരോടും വെറുപ്പില്ല. 2, എന്റെ നാവ് കൊണ്ട് ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല. എന്റെ നാവ് കൊണ്ട് ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല. എന്റെ ഖൽബിൽ ഒരാളോടും വെറുപ്പില്ല. അതുകൊണ്ട് മരിക്കാൻ കിടക്കുമ്പോൾ ഞാനും പുഞ്ചിരിച്ച് തന്നെ കിടക്കുമെന്ന് മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആ ജീവിതത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്റെ വസിയ്യത്തിൽ എഴുതി വെച്ചിരിക്കുകയാ, എനിക്കാരോടും വെറുപ്പില്ല. എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മാപ്പ് കൊടുത്തിരിക്കുകയാണ്. എത്ര വിശുദ്ധമായ വിട പറയലാണ്, എത്ര പരിശുദ്ധമായ യാത്രക്കുള്ള തയ്യാറെടുപ്പാൻ. ആ മഹാന്മാർ
മഹാന്മാരെ പിൻപറ്റിക്കോ, നമുക്ക് രക്ഷപ്പെടാം. അല്ലാഹുവിന്റെ ഔലിയാക്കളെ പിൻപറ്റിക്കോ, സ്വഹാബത്തിനെ പിൻപറ്റിക്കോ, പ്രവാചകന്മാരെ പിൻപറ്റിക്കോ. നമുക്ക് നമ്മുടെ ആഖിബത്ത് നന്നാക്കാം. ഇപ്പൊ ഇവിടുന്ന് മജ്ലിസുൻ നൂർ ചൊല്ലി മഹാന്മാരായ ബദരീങ്ങളുടെ നാമങ്ങളാണ്. 313 പേരടങ്ങുന്ന ബദരീങ്ങൾ ആ ബദറിന്റെ യുദ്ധക്കളത്തിൽ പൊട്ടിയ വാളും ഒട്ടിയ വയറുമായി തങ്ങളെക്കാൾ 3 ഇരട്ടി വലിപ്പം വരുന്ന ശത്രുക്കളുടെ മൂർച്ചയുള്ള വാളിന്റെ മുന്നിലേക്ക് ഈമാനെന്ന ഒരൊറ്റ കരുത്തിന്റെ പിൻബലത്താൽ വിരുമാറ് കാണിച്ചിട്ട് അല്ലാഹു 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 അക്ബർ തക്ബീറിന്റെ മന്ത്രധ്വനികളുമായി ശത്രുക്കളോട് പടപുരുതിയ ബദരീങ്ങളോ, ആ ബദരീങ്ങളുടെ നാമമാ നമ്മൾ ചൊല്ലിയതോ. അവരോടുള്ള ഇഷ്ടത്തിന്റെ പുറത്താണ് അവരുടെ പേര് പറഞ്ഞതോ. അറിയുമോ, കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്റെ പേര് പറയാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മളൊക്കെ പറയുന്ന പേരാണ് ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ ശംസുൽ ഉലമയുടെ ജീവിതത്തിൽ കാണാം എല്ലാ ദിവസവും 2 തവണ അസ്മാഉൽ ബദർ പാരായണം ചെയ്യലുണ്ട് എന്ന്. ആ ഉസ്താദിനെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തന്ന യാഥാർത്ഥ്യമാണിത്. എല്ലാ ദിവസവും 2 പ്രാവശ്യം അസ്മാഉൽ ബദർ പാരായണം ചെയ്യുന്നു. അതുപോലെ മഹാന്മാരുമായി ബന്ധം സ്ഥാപിക്കുകയാണ് കഴിഞ്ഞുപോയ പണ്ഡിതന്മാര്. ഇപ്പോൾ ഈ അടുത്ത് വഫാത്തായ മാണിയൂർ ഉസ്താദ്. എല്ലാ മഹാന്മാരുടെയും വിജയത്തിന്റെ അടിസ്ഥാനപരമായ കാരണം അവർ ഉസ്താദുമാരോട് അദബുള്ളവരോ, അവര് പണ്ഡിതന്മാരെ ബഹുമാനിച്ചവരോ, അവര് ആലിമീങ്ങളെ ആദരിച്ചവരോ, അവര് സയ്യിദന്മാരെ ബഹുമാനിച്ചവരാണ്. അദബും ആദരവും ഹൃദയത്തിൽ കൊണ്ട് നടന്നവരാണ്. അദബും ആദരവും മാറ്റിവെച്ചുകൊണ്ട് വിലായത്തിന്റെ മർത്തബയിലൂടെ കടന്നു പോവാൻ നിനക്ക് കഴിയുമെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിലും ആ വിചാരത്തെ അറബിക്കടലിന്റെ അലമാലകളിലേക്ക് വലിച്ചെറിഞ്ഞു. അറിവുണ്ടായാൽ മാത്രം പോരാ, അദബും ആദരവും ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കാൻ നിനക്ക് കഴിയാത്ത കാലത്തോളം നീ എത്ര വലിയ പണ്ഡിതനാണെങ്കിലും, നീ എത്ര വലിയ അറിവുള്ളവനാണെങ്കിലും ആ ഇൽമു കൊണ്ട് നിനക്ക് ഉപകാരമുണ്ടാവുകയില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ടോ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, മഹാന്മാരുമായി ആത്മീയമായി ബന്ധം സ്ഥാപിക്കണം. അല്ലാഹുവിനെ കുറിച്ചും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അഥവാ അല്ലാഹുവിന് ഒരാളോട് വെറുപ്പുണ്ടെങ്കിലും 3 കാര്യങ്ങളെ നൽകുകയും 3 കാര്യങ്ങളെ തടയുകയും ചെയ്യും. കേട്ടോ, 1 ഇൽമിനെ നൽകും, പക്ഷെ അമലിനെ തടയും. മനസ്സിലാക്കിക്കോ, ഇൽമുണ്ട്, അമലില്ലാതെ അല്ലാഹുവിന് നമ്മോട് വെറുപ്പുണ്ട് എന്നതിന്റെ അടയാളമാണ്. രണ്ടാമത്തേത്, അമലുണ്ടാകും പക്ഷെ ഇഖ്ലാസ് ഉണ്ടാവില്ല. ഒരുപാട് ഇബാദത്ത് ചെയ്യും പക്ഷെ ഇഖ്ലാസ് ഉണ്ടാവില്ല, അല്ലാഹുവിന് നമ്മോട് വെറുപ്പുണ്ട് എന്നതിന്റെ അടയാളമാണ്. മൂന്നാമത്തതോ, സ്വാലിഹീങ്ങളോടുകൂടെയുള്ള സഹവാസം ഉണ്ടാകും പക്ഷെ സ്വാലിഹീങ്ങളുടെ മനസ്സിൽ ഇടമുണ്ടാവുകയില്ല. അത് അല്ലാഹുവിന് നമ്മോട് വെറുപ്പുണ്ട് എന്നതിന്റെ അടയാളമാണ്. സ്വാലിഹീങ്ങൾ നമ്മെ വെറുത്തു പോയാൽ അത് അല്ലാഹു നമ്മെ വെറുക്കുന്നു എന്നതാണ് അതിന്റെ കാരണം. സ്വാലിഹീങ്ങളുടെ മനസ്സിൽ ഒരു ഇടമുണ്ടാവണം. മഹാന്മാരായ സമസ്തയുടെ ആലിമീങ്ങളുടെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞിട്ട് അവരുടെ മനസ്സിൽ ഒരു ഇടം നേടാൻ നിനക്ക് കഴിയുന്നില്ല എങ്കിലോ അല്ലാഹുവിന് നിന്നോട് വെറുപ്പുണ്ട് എന്നാണ് നീ മനസ്സിലാക്കേണ്ടത്. മഹാനായ ശൈഖുനാ മാണിയൂർ ഉസ്താദ് അവറുകൾ നമ്മൾ ജീവിക്കുന്ന കാലത്ത് ജീവിച്ച മഹാനാണ്. ആ മഹാനുമായി ജീവിച്ചിരിക്കുന്ന സമയത്തൊരു ബന്ധമുണ്ടാക്കാനും ആ മഹാന്മാരുടെ മനസ്സിൽ ഒരിടം കണ്ടെത്താനും ആ മഹാന്മാരുടെ പ്രാർത്ഥനയിൽ ഒരു സ്ഥാനം കിട്ടാനും നമുക്ക് സാധ്യമാവാതെ പോയാൽ അത് നമ്മുടെ ജീവിതത്തിൽ സങ്കടമാണ്. ഇന്നും അത്തരം മഹാന്മാര് ഹയാത്തിലുണ്ട്. നമ്മുടെ മഹാനായ ശൈഖുനാ സയ്യിദുൽ ഉലമാ മഹാനായ ജഫരി മുത്തുക്കോയ തങ്ങൾ, ശൈഖുനാ അലിക്കുട്ടി ഉസ്താദ് അവറുകൾ, ശൈഖുനാ കൊയ്യോട് ഉസ്താദ് അവറുകൾ, ശൈഖുനാ എംഡി ഉസ്താദ് അവറുകൾ, സമസ്തയുടെ മഹത്തുക്കളായ പണ്ഡിത
പണ്ഡിതന്മാര്, ഇന്നും ജീവിച്ചിരിക്കുന്ന മഹാന്മാര്, അവരെ നമ്മൾ കാണണം, അവരുടെ കൈ പിടിക്കണം, അവരോട് സലാം പറയണം, അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം, അവരുടെ ഹൃദയത്തിൽ നമുക്കൊരു ഇടമുണ്ടാവണം. ഇത് നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള വഴിയാണ്. ഇനി നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ മഹാന്മാരോ, സമസ്തയുടെ ഔലിയാക്കളായ പണ്ഡിതന്മാര് പലരും വിട പറഞ്ഞു പോയി. ഒരു പക്ഷേ ഒരു നോട്ടത്തിൽ പോലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാലും ആ മഹാന്മാരുടെ മനസ്സിൽ നമുക്കൊരു ഇടമുണ്ടാവണം. അതിനുള്ള മാർഗം എന്താണ്? അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതൂകിൽ അവരെ ദുആയും ബറക്കത്തും കേട്ടുമേ. ആ മൺമറഞ്ഞു പോയ മഹത്തുക്കളായ സമസ്തയുടെ ഔലിയാക്കളായ ആലിമീങ്ങളും ആ പണ്ഡിതന്മാരുടെ പേരിൽ ദിവസവും ഒരു ഫാത്തിഹയെങ്കിലും പാരായണം ചെയ്തുകൊണ്ട് അവരുമായൊരു ആത്മീയമായ ബന്ധം സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞാൽ, അവരുടെ മനസ്സിൽ ഒരിടം നേടാൻ കഴിഞ്ഞാൽ, അത് ദുനിയാവിലും ഖൈറാണ്, പരലോകത്തും ഖൈറാണ്. അല്ലാഹുവേ അതിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇവിടുന്ന് ചൊല്ലിയ മജ്ലിസുൻ നൂറിന്റെ തുടക്കത്തിൽ ഒരു 7 ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ടോ? അത് മഹാന്മാരുടെ പേരിലാണ്, സ്വഹാബത്തിന്റെ പേരിലാണ്, അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ പേരിലാണ്. അങ്ങനെ ഖുർആൻ പാരായണം ചെയ്തു, ആ മഹത്തുക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു, അവരുടെ ശഫാഅത്ത് നേടാൻ, അവരുടെ ഒരു മനസ്സിൽ ഒരു ഇടം നേടാൻ നമുക്ക് കഴിയണം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. പടച്ചവനെ, നീ ആദരിക്കുന്നവരെ ആദരിക്കാൻ, നീ ബഹുമാനിക്കുന്നവരെ ബഹുമാനിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മാസത്തിൽ നടത്തി വരാറുള്ള മജ്ലിസുൻ നൂറിന്റെ ഈ സദസ്സിലോ ഇന്ന് മഹാനായ ശൈഖുനാ മാണിയൂർ ഉസ്താദ് അവറുകളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സമസ്തയുടെ ആലിമീങ്ങളെ ഞങ്ങൾ ഓർത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതണമെന്ന് മനസ്സുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അവരോടുള്ള ഇഷ്ടം ഞങ്ങളിൽ നീ വർദ്ധിപ്പിക്കണേ അല്ലോ. അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലോ. മഹാന്മാരോടുള്ള ഇഷ്ടത്തിനൊരു കുറവും വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും ആ സമസ്തയുടെ ആലിമീങ്ങളെ പിൻപറ്റാനുള്ള തൗഫീഖ് നൽകണേ അല്ലോ. അല്ലാഹുവേ, അങ്ങനെ അവസാനം ഈ ലോകത്തോട് വിട പറയാൻ വേണ്ടി പോകുന്ന നേരം, സക്കറാത്തിന്റെ നേരം, കാലിന്റെ പെരുവിരൽ മുതൽ അസ്റായിൽ റൂഹ് പിടിക്കുന്ന നേരം, ആ റൂഹ് അങ്ങ് പിടിച്ചു തൊണ്ടക്കുഴലിലെത്തുന്നതിന്റെ മുമ്പ് അവസാനമായി ഞങ്ങൾക്ക് പറയാൻ കഴിയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞതുപോലെ, അതുപോലെയുള്ള സമസ്തുക്കളുടെ മഹത്തുക്കളായ ആലിമീങ്ങൾ പറഞ്ഞതുപോലെ തൗഹീദിന്റെ മന്ത്രധ്വനി ഉറക്കെ ചൊല്ലിക്കൊണ്ട് വിട പറയാൻ തൗഫീഖ് തരണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാക്കുകൾ ചുരുക്കുകയാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. മാസത്തിൽ നടത്തി വരാറുള്ള മജ്ലിസ് നൂറിന്റെ സദസ്സ് നേതൃത്വം നൽകാൻ നമ്മളൊക്കെ ആദരിക്കുന്ന ആദരണീയരായ സയ്യിദ് അവറുകൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അൽഹംദുലില്ലാ. ഈ സന്തോഷകരമായ ഈ ഒരു ചുറ്റുപാട് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തി തരട്ടെ. ഇതിനു വേണ്ടി ഒരുമിച്ച് കൂടാനും, ഇതിനു വേണ്ടി സഹായിക്കാനും, ഇതിനു വേണ്ടി സഹകരിക്കാനും നമ്മളെ കൊണ്ട് കഴിയണം. നമ്മളെ കൊണ്ടാവും വിധം, അത് സാമ്പത്തികമായി ചെയ്യേണ്ടതാണെങ്കിൽ സാമ്പത്തികമായി ചെയ്യണം, സ്വതക്ക ചെയ്യേണ്ടതാണെങ്കിൽ സ്വതക്ക ചെയ്യണം. ഇനി വേറെ വല്ല തടി കൊണ്ടുള്ള സഹായമാണെങ്കിൽ അത് ചെയ്യണം. ശരീരം കൊണ്ട് ചെയ്യേണ്ട സഹായമാണെങ്കിൽ ശരീരം കൊണ്ട് ചെയ്യണം. നാവ് കൊണ്ടുള്ള സഹായമാണെങ്കിൽ അത് ചെയ്യണം. എന്റെ മജ്ലിസുൻ നൂറിനൊന്നും പങ്കെടുക്കാത്ത കൂട്ടുകാരനോട് ഞാൻ എന്റെ നാവ് കൊണ്ട് പറയണം, മോനെ, ഇങ്ങനൊരു മജ്ലിസുൻ നൂറിന്റെ സദസ്സുണ്ട്, മാസത്തിൽ ഒരു തവണയാ ബദരീങ്ങളുടെ പേര് ചൊല്ലിയിട്ടോ സയ്യിദ് അവറുകൾ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയാനുള്ള ഒരു അവസരമാണ്.
നഷ്ടപ്പെടുത്തണ്ട, നീയമന്റെ കൂടെ വരൂ എന്ന് അവനെ നന്മയുടെ വഴിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ സദസ്സിനോടൊരു കൂറുപുലർത്താൻ നമുക്ക് കഴിയണം. സാമ്പത്തികമായി സഹായിക്കേണ്ടത് സാമ്പത്തികമായി ചെയ്യണം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ, പ്രത്യേകിച്ച് ഇവിടുത്തെ SYSന്റെ SKSSFന്റെ പ്രവർത്തകർ, അവർക്കൊക്കെ നീ റഹ്മത്തും ബറക്കത്തും ചൊരിയണേ അല്ലാ. അല്ലാഹുവേ ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി ആരൊക്കെ ഏതൊക്കെ വിധത്തിൽ സഹായിക്കുന്നുണ്ടോ അവർക്കൊക്കെ നീ റാഹത്ത് നൽകണേ അല്ലാ. അവർക്കൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ-റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. لك الحمد يا ربي يا الله يا معبود. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل مثل ثواب ما قرأناه هذه هدية واصلة زكية ورحمة نازلة وبركة باهية إلى حضرة نبينا محمد صلى الله عليه وسلم. اللهم وإلى أرواح سادات البدريين رضوان
رضوان الله تعالى عنهم أجمعين اللهم شفعهم فينا يا أرحم الراحمين اللهم بلغهم منا السلام اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأزواجنا ولأصحابنا ولجميع المسلمين والمؤمنين ببركاتهم وكراماتهم يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. بسم الله الرحمن الرحيم لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أبدأ باسم الواحد حمدا له بالعابد صلى على محمد والآل وسلام الله أدعوك يا مولا لنا بأهل بدر بدرنا محمد نبينا صلي عليه يا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أبو بكر عمر عثمان ثم حيدر نسل لعوف عامر وطلحة بن عبيد الله ألفا زبير يبرئ سعد سعيد هانئ أسعد عمران وأبي أبي عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أوس أبو المخشي وأنيس إياس يصدأ أوس أبو شيخ وأسيد وسعد عبد الله بشر خبيب سائب عمرو عبيد حاتب بوجير وهب سائب أبو حبيب عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله براء خباب أبو حبا وسعد مصعب بحاثهم ومعتب أبو لبابة عبد الله تميمهم ومرارة أبو قتادة عتبة تميمنا وعمارة وعتبة بن عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله تميمهم وعبادة ومعتب عكاشة تاجا قتادة عقبة أبو لسرمة عبد الله ثعلبة والحارث وثابت والحارث سقف عمير حارث أبو الهيثم
عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا ثعلبة والحارث حارثة والحارث ثابتهم والحارث أب لمرثد عبد الله جبر ومدلاج وجبير عمير يفرج جبارهم أمر النجو سعد عبيد عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا جابرهم سعد رجو أبو دجان ترتجو جودا حرام فرجو شريعة بني عبد الله حمزة حارث بحو باب حبيب مصطح حطيبنا الثابت حسين سهيل عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا حمزة حارث بحو ريث بحارث ضحو حارثهم عمرو صحو عن كلهم رضوان الله خلاد خالد وخو بيب سبيحهم أخو خلادنا أمر وخو ريم سليم عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا خوات خارجة وخو ليد خليفة سخو خباب خارجة رخو عن كلهم رضوان الله دري عبيد معبد زيد زياد مرثد دوكين سعد خالد أبو خزيمة عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا داء العصاة محمد سعد يزيد المعبد دري خنيس راشد عن كلهم رضوان الله ذكباننا ومعوذ ومجزر ومعوذ ذهبي معاذ عايد أبو حذيفة عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي
رضوان ربي عنكم يا أهل بدر منكم نرجو نجاة نكرم كونوا لنا يهودنا ذخري ومسعود وذو علم يزيد اللائذ ذنبا عبيد ينقذ عن كلهم رضوان الله ربيعنا والعامر عامر عمير معمر رافعهم والمنذر أبو المنذر عبد الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة نكرم كونوا لنا يهودنا حيلة ومحرر ورفاعة والمظهر ربيعة والمنذر عن كلهم رضوان الله زيد زياد محرز حارث ومسعود جزو زيد أبو قيس غزو زيد معاذ عبد الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة نكرم كونوا لنا يهودنا زيد أبو داود زهودا زيادا يبرز زيد يزيد المحرز عن كلهم رضوان الله سهل بشير ثم بيع سليم آنس سعد أبو اليسري وسهيل سليم عبد الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة نكرم كونوا لنا يهودنا سعد إياس أخنس عبس وسلمة بسبس سهل وأوس الفارس عن كلهم رضوان الله شريكنا الخيراش وذو الشمالين الخشا شماس خيداش يشا عامر شجاع عبد الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة نكرم كونوا لنا يهودنا شمسي أبو كبشا فشا يزيد خلاد النشا شاهي أبو صبر مشى عن كلهم رضوان الله صفوان عباد وسهيب أبو حسن خسو سنسائب يزيد سبيح سلامة عبد الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة نكرم كونوا لنا يهودنا إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മൂസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ എമ്മെ കാക്കണം യാ റബ്ബനാ صاف أبو الأعوارس يودا عدي يخلص صيفيهم المحرس عن كلهم رضوان الله ضحاكهم أمر رضا نذر إيال عارضة ضحاك أمير رضا وجابر بن عبد الله എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മൂസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ എമ്മെ കാക്കണം യാ റബ്ബനാ لمرة ربعي وأبو اللياه قلا ضربا أبو حنا
مضى عن كلهم رضوان الله طوفيل رافع بطوفيل لنا وصويبط طوليبهم سهل بطوفيل سليق عبد الله എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ എമ്മെ കാക്കണം യാ റബ്ബനാ طرا وحارثة بطهور عطيات خطو طعنا عمير يسخط عن كلهم رضوان الله خير حارثة طلهر عامر منذر لله ظهرا معاذ حافظة أبو سليط عبد الله എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ എമ്മെ കാക്കണം യാ റബ്ബനാ ذل أبو أيوب ظهر عامر عاصم لله ظنا عمير واعظة عن كلهم رضوان الله عقبة عمرو رافع عبدة سعد مهجع عبادة والرافع أبو لمسعود عبد الله എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ എമ്മെ കാക്കണം യാ റബ്ബനാ عقبة عباد باعوا صيمة عمار سعوا عتبة عامر دعوا عن كلهم رضوان الله غنام خلاد وغى نعمان سعد مصبغة غزوا مغيث سابغة أبو لسلمة عبد الله എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ എമ്മെ കാക്കണം യാ റബ്ബനാ إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي ദണ്ണം വബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ والذنب سبرات بغى لينا وودقات ابتغى غيلا وثابت بغى عن كلهم رضوان الله فروة رافع رفعتنا أبو سينان فاكهنا أوف صفا سعد وحارث عبد الله ധനം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ فيزيد أنسات رفعتهم عبادة وفا فالحارثات المصطفى عن كلهم رضوان الله قطبة مقداد وقدامة خولي النقو قيس ومسعود رقو قيس سراقة عبد الله ദണ്ണം വബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ قيس سراقة سقو عقبة عصمة بقو قيس معتب وقو عن كلهم رضوان الله كعب سماك مالك مسعود أمر مالك
മാലികുൻ കഅബും മുആദും മാലികുൻ അബുൽ ഖാലിദ് അബ്ദുല്ലാഹ് ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ കഅബുൻ ദിഫാതു മാലികുൻ അംറും വസലമതു മാലികുൻ കദാ ഉമാറതു മാലികുൻ അൻ കുല്ലിഹിം റിദ്വാനുല്ലാഹ് ലിബ്ദത്തു സഹ്ലും മഅഖലുൻ സഹ്ലും ബിലാലുൻ ആഖിലുൻ ലീനൻ ഉവൈമുൻ നൗഫലുൻ ഹാദാ നസീലു അബ്ദില്ലാഹ് ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ലംഅം വമാലികുൻ ഉലു അബു അഖീൽ യഅമലു ലൈലം മുലൈലു യഅദിലു അൻ കുല്ലിഹിം റിദ്വാനുല്ലാഹ് മഅനുൻ സുലൈമുൻ സാലിമുൻ അംറുൻ ഉമൈറുൻ അർഖമുൻ മുബശ്ശിറുൻ വൽ ആസിമു അബൂ മുലൈലിൻ അബ്ദുല്ലാഹ് ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ മസ്ഊദുഹും വൽ ആസിമു അബുൽ ഹംസത സാലിമു മാലികുനാ വൽ ആസിമു അൻ കുല്ലിഹിം റിദ്വാനുല്ലാഹ് നുഅ്മാനു സുഫിയാനുൽ ലനാ നുഅ്മാനു അജ്ലാനുൻ സിനാ നുഹ്മുൻ നുഐമാനു സനാ നുഅ്മാനു മഅനുൻ അബ്ദുല്ലാഹ് ദാഹം മൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ നുഅ്മാനു സലബത്തുൻ സിനാ നുൽ അംറു അൻദറതുൽ ലനാ നുഅ്മാനു ഇത്ബാനുൽ ലനാ അൻ കുല്ലിഹിം റിദ്വാനുല്ലാഹ് വഹബും വഅബ്ബാദുൻ സവാ ദു അബ്ദുറഹ്മാനിൻ ദവാ വൽ ആസിമുൽ ആമിറു വഖിദുനാ വസൈദുൻ അബ്ദുല്ലാഹ് ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ വഅബുൽ ഖാരിജത്തിൻ സവാ ദുൻ സാബിതുൻ നുഅ്മാനു വദീഅത്തുൽ മസ്ഊദു അൻ കുല്ലിഹിം റിദ്വാനുല്ലാഹ് ഉബൈലു ഉസ്മാനു വഹിലാലു വഅബ്ദു റബ്ബിഹി ഹൂദൻ ഉബൈദുൻ സുമ്മഹി ലാലും മുആദുൻ അബ്ദുല്ലാഹ് ദാഹം മൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ഹാദിൻ അബൂ തൽഹതഹി ബാതം വസാബിതും ബഹി ഹാദാ തമാമു മുൻതഹി അൻ കുല്ലിഹിം റിദ്വാനുല്ലാഹ് ലാ റബ്ബ സിവാക അലാ മിൻ കുല്ലി ആഫാത്തിൻ ബലാ ലാ തിമ്മുസീബാത്തിൻ ഗലാ അൻ തഹ്മിയന്നി യാ അല്ലാഹ് ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും
നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന يسر سكرات الليا تميت دين المنجيا يا من بقي عن هاويا قني دواما يا الله يسر سكرات الليا تميت دين المنجيا يا من بقي عن هاويا قني دواما يا الله يسر سكرات الليا تميت دين المنجيا يا من بقي عن هاويا قني دواما يا الله يا من دعيني لاميا 60 تمت سليا يوما تجل المنجيا آمين سلم يا الله കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم 2 فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم إن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني ذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون
ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله وطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في السور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتاز اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اسلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن يعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب وفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون.
بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله. صلى الله على محمد صلى الله عليه وسلم 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 صلى الله على محمد صلى الله عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്‌ലിസിൽ വെച്ച് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച എല്ലാവർക്കുമുള്ള എല്ലാ ഹലാലും ഖൈറുമായ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു സാധിപ്പിക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു അകറ്റി കൊടുക്കട്ടെ. നമ്മുടെ ഗ്രൂപ്പുകളിലൂടെയായി 2 സഹോദരിമാർ ഓരോ ഖത്മ വീതവും ഗ്രൂപ്പിലൂടെ 2 ഖത്മും അങ്ങനെ 4 ഖത്മും അൽഹംദുലില്ലാഹ് ഓതി തീർത്തിട്ടുണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു അവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ഓരോ ഹറഫിനും അല്ലാഹു വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെന്തെല്ലാം ഉദ്ദേശങ്ങൾ കരുതിക്കൊണ്ടാണ് അവർ ഓതിയിട്ടുള്ളതെങ്കിൽ ആ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു താമസമിനാ സാധിപ്പിച്ചു കൊടുക്കട്ടെ. ബദരീങ്ങളുടെ പൊരുത്തം കിട്ടാൻ കാരണമാകുന്ന അമലാക്കി അല്ലാഹു സ്വീകരിക്കട്ടെ. എൻ്റെ മകൻ്റെ കാലിൽ വെള്ളപ്പാണ്ടുകളുണ്ട്, സുഖപ്പെടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. പരിപൂർണമായ സലാമത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. കണ്ണൂരിലുള്ള ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ടിരുന്നു. മുഖത്തൊക്കെ ആകെ വെള്ളപ്പാണ്ട് പിടിച്ച് 30-31 വയസ്സ് പ്രായമായിട്ടുണ്ട്. അത് കാരണം കല്യാണം കാര്യങ്ങളൊന്നും ശരിയാവാതെ വലിയ വിഷമം പറഞ്ഞുകൊണ്ട് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരന് പരിപൂർണമായ സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. സന്തോഷകരമാകുന്ന ദാമ്പത്യ ജീവിതം അല്ലാഹു സഹോദരൻ നൽകി അനുഗ്രഹിക്കട്ടെ. സന്തോഷകരമാകുന്ന അവസ്ഥ അല്ലാഹു സഹോദരൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരുമകൾ ഗർഭിണിയാണ്, സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖപ്രസവം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കല്യാണം കഴിഞ്ഞ് 4 വർഷത്തിന് ശേഷമാണ് ഗർഭിണിയായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ബുദ്ധിമുട്ടും പ്രയാസവും വിഷമവും ഇല്ലാതെ റാഹത്തുള്ള
നിലക്ക് അള്ളാഹു അതിനാക്കി കൊടുക്കട്ടെ. അടുത്ത മാസം മകളുടെ കല്യാണമാണ്. കല്യാണം റാഹത്തായി കഴിയാൻ, ദാമ്പത്യ ജീവിത സന്തോഷത്തിലൊക്കെ ആവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല റാഹത്താക്കി കൊടുക്കട്ടെ. ഒരു ബുദ്ധിമുട്ടില്ലാതെ വളരെ സന്തോഷത്തോടു കൂടിയ കല്യാണം നടത്താനും മരണം വരെ റാഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി കഴിയാനും അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുറാദ് ഹാസിലാവാൻ സഹോദരി അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. മുറാദ് ഹാസിലാവാൻ വേണ്ടി ദുആ ചെയ്യുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല മുറാദ് ഹാസിലാക്കി കൊടുക്കട്ടെ. മരുമകന്റെ വിസ ശരിയായിട്ടുണ്ട്, ടിക്കറ്റ് എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, എല്ലാം റാഹത്താവാൻ വേണ്ടി ദുആ ചെയ്യുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല റാഹത്താക്കി കൊടുക്കട്ടെ. ഒരു ബുദ്ധിമുട്ടും വിഷമവും ഇല്ലാതെ റാഹത്തോടുകൂടിയ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് അവിടെ എത്തി നല്ല ബർക്കത്തുള്ള ജോലി അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യട്ടെ. എൻ്റെ അനിയന് ഖൈറായ ജോലി ശരിയാവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്തുള്ള ജോലി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആഖിബത്ത് നന്നാവാനും വേണ്ടി പ്രത്യേക ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതം ഖൈറാകുന്ന കാലമത്ര ഇസ്സത്തോടെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് തെറ്റുകളിൽ നിന്ന് അകന്നുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു അവർക്കും നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മക്കൾക്കും ഭർത്താവിനും ഹിദായത്ത് ലഭിക്കാൻ വേണ്ടി പ്രത്യേക ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അവർക്കൊക്കെ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഗൾഫിലുള്ള മകന്റെ ജോലിക്ക് ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല റാഹത്താക്കി വിട്ടുവിട്ട് പ്രയാസം ബുദ്ധിമുട്ട് അല്ലാഹു വരുത്താതിരിക്കട്ടെ. എൻ്റെ ജ്യേഷ്ഠത്തിയുടെ മകൾ ഗർഭിണിയാണ്. 25-ാം തീയതി ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. സുഖപ്രസവത്തിനോട് ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് അല്ലാഹു ഒരു പ്രയാസമില്ലാതെ റാഹത്തോടുകൂടി സുഖപ്രസവം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്വാലിഹീങ്ങളായ മക്കൾ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അയബില്ലാത്ത രോഗങ്ങളില്ലാത്ത മക്കൾ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അസുഖം മാറാൻ വേണ്ടി ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. വിദേശത്തുള്ള മകന് ജോലി ശരിയാവാൻ വേണ്ടി ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ ബർക്കത്തുള്ള ജോലി നൽകി അനുഗ്രഹിക്കട്ടെ. ഗർഭിണിയായ സഹോദരി 31-ാം തീയതി പ്രസവത്തിന് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. സുഖപ്രസവത്തിന് ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല റാഹത്താക്കി കൊടുക്കട്ടെ. ഒരു ബുദ്ധിമുട്ടും പ്രയാസവും വിഷമവും അല്ലാഹു വരുത്താതിരിക്കട്ടെ. അയബില്ലാത്ത രോഗങ്ങളില്ലാത്ത മക്കൾ അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യട്ടെ. അടുത്ത മാസത്തെ ഭക്ഷണം ഒരു സഹോദരനെ ഏറ്റിട്ടുണ്ട്. ജോലിയിൽ ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. കണ്ണിൽ രക്തം കട്ട പിടിച്ച പ്രയാസം അനുഭവപ്പെടുന്ന ഒരു സഹോദരൻ 2 തവണയായിട്ട് ലേസർ അടിച്ചിട്ടുണ്ട്. ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു കണ്ണിന് കാഴ്ചക്കൊക്കെ ചെറിയ പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു അത്ഭുതകരമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. പരിപൂർണമായ സലാമത്തിന് അല്ലാഹു കൊടുക്കട്ടെ. അടുത്ത മാസത്തെ മജ്ലിസിനൂറിലേക്ക് അവർ പായസം അവർ നേർച്ചാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരന് സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവിടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അല്ലാഹു നീക്കി കൊടുക്കട്ടെ. പരിപൂർണമായ ആഫിയത്തിന് അല്ലാഹു കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീരത്തിൽ നൽകിയിട്ടുള്ള അവയവങ്ങളുടെ ആഫിയത്ത് മരണം വരെ അല്ലാഹു കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. ഒന്നിനും ഒരു കുറവും പ്രയാസവും അല്ലാഹു വരുത്താതിരിക്കട്ടെ. നമ്മുടെ ഈ ഓഡിറ്റോറിയം സൗകര്യം ചെയ്തെന്ന ബഹുമാനപ്പെട്ട ഹാജിയർ അവരുടെ കുടുംബം അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. കസേരയും സെറ്റും മറ്റു സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി സൗകര്യം ചെയ്തെന്ന കുടുംബം അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ഖൈറുകളും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇന്നത്തെ ഭക്ഷണം മരണപ്പെട്ട ചാത്തനത്തിൽ വീരാൻകുട്ടി ഹാജിയുടെ മക്കളുടെ വകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ആണ്ടിന്റെ മാസം കൂടിയാണ്. നമ്മുടെ മജ്ലിസിനൂറിനും തരത്തിലുള്ള മജ്ലിസുകൾക്കൊക്കെ വേണ്ടി വളരെ ആത്മാർത്ഥമായി അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനൊക്കെ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു സഹോദരനായി ബഹുമാനപ്പെട്ട വീരാൻകുട്ടി ഹാജി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബർസഖിയായ ലോകം അല്ലാഹു സന്തോഷാക്കി കൊടുക്കട്ടെ. ഖബർ ജീവൻ അല്ലാഹു റാഹത്തിലാക്കി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മക്കൾ നൽകിയിട്ടുള്ള ഭക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപ്പാന്റെ ഖബറിൽ വലിയ സന്തോഷം നൽകുന്ന അമലാക്കി അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് വിട്ട് അനുഗ്രഹിക്കട്ടെ. വീരാൻകുട്ടി ഹാജിയുടെ മക്കളുടെ ജോലികളിലൊക്കെ അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവിടെ സമ്പത്തിലും സമ്പാദ്യത്തിലും അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. മക്കളിലും കുടുംബങ്ങളിലും അല്ലാഹു ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ. അമ്പലം അബൂകാക്ക സുഖമില്ലാതെ ആശുപത്രിയിലാണ്. പ്രത്യേക ദുആ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട പറക്കുണ്ടിൽ ഹൈദർ ഹാജിയുടെ ഭാര്യയുടെ ആണ്ടിന മാസമാണ്. പ്രത്യേക ദുആ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. കിളിയമ്പറമ്പിൽ ഹംദലയുടെ ഉമ്മയുടെ ആണ്ടിന മാസം. പ്രത്യേക ദുആ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മക്ക് മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു കൊടുക്കട്ടെ. അവിടെ ഖബർ അല്ലാഹു സന്തോഷാക്കി കൊടുക്കട്ടെ. ഇന്നത്തെ
മജ്ലിസിലേക്ക് പായസം നൽകിയിട്ടുള്ളത് സൗദിയിലുള്ള കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടി നേർച്ചയാക്കിയതിന് അൽഹംദുലില്ലാ റാഹത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി കൊടുക്കട്ടെ. വലിയ ബർക്കത്ത് അല്ലാഹുവിന്റെ ജീവിതത്തിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. അടുത്ത മാസത്തെ പായസം ഒരു സഹോദരൻ ഏറ്റിട്ടുണ്ട്, സുഖമില്ല, വീട്ടിൽ വിശ്രമത്തിലാണ്, പ്രത്യേകിച്ച് വായിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു സഹോദരൻ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവാൻ ദുആ ചെയ്യുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല റാഹത്താക്കി കൊടുക്കട്ടെ. അടുത്ത മാസം ഭാര്യയുടെ പ്രസവമാണ്, പ്രത്യേകം ദുആ ചെയ്യുന്നു, അല്ലാഹു സുബ്ഹാനഹു സുഖപ്രസവം നൽകി അനുഗ്രഹിക്കട്ടെ. മജ്ലിസിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ പ്രവർത്തകന്മാർ, കഠിനാധ്വാനം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെയുള്ള ഈ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി, ഭക്ഷണം പാക്ക് ചെയ്യുന്നതിന് വേണ്ടി, അതിന് വിതരണത്തിന് വേണ്ടി, പായസം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെല്ലാം ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹകരിക്കുന്നുണ്ടോ, സഹായിക്കുന്നുണ്ടോ, അവർക്കൊക്കെ അല്ലാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അവരെ കാര്യങ്ങളൊക്കെ അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു അവർക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ട ഉപ്പാക്കും മറ്റു കുടുംബങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. മക്കൾ നന്നാവാൻ വേണ്ടി ഒരു സഹോദരൻ ദുആ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഒരു സഹോദരൻ നെഞ്ചുവേദനയാണ്, പ്രത്യേക ദുആ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫാഇൻ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് കുറഞ്ഞ തഹ്ലീൽ ചെല്ലാനുണ്ട്. മരണപ്പെട്ട VC മൂസ എന്ന് പറയുന്ന സഹോദരൻ, അതുപോലെ ഒടായപ്പുറം ഫാത്തിമ കുട്ടി എന്നിവരുടെ പേരിലും ഇൻഷാ അല്ലാഹ് കുറഞ്ഞ തഹ്ലീൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ് ആക്കി അല്ലാഹു കബൂലാക്കട്ടെ. ജദീദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا إله إلا الله محمد رسول الله صلى الله عليه وسلم عليها نحيا وعليها نموت وعليها نبعث إن شاء الله آمنين مطمئنين فرحين مستبشرين بالجنة إن شاء الله دعاء ചെയ്യാൻ വേണ്ടി പോകണം. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട ശൈഖുന മാണിയൂർ ഉസ്താദ്, ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ്, ചെറുവാളൂർ ഉസ്താദ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് മഹാന്മാരെ അനുസ്മരിക്കുന്ന മാസമാണ്.
ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ സയ്യിദ് അൽവിൽ മൻഫുറമി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അടക്കമുള്ള ഒരുപാട് മഹത്തുക്കൾ വഫാത്തായ മാസത്തിലാണ് നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് അവരുടെ പേരിൽ ഒറ്റ ഫാത്തിഹ ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ പ്രത്യേകം കരുതിയ മഹാന്മാരുടെ റൂഹിലേക്കൊക്കെ അള്ളാഹു നമ്മുടെ ഓതിയ ഫാത്തിഹ അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله الحمد لله الحمد لله رب العالمين الذي انعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار وافتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله فضال. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم استسلم بوجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. رجاء الأجناء ملك الجباراയ ഖാലിഖായ റാസിഖായ അല്ലാമുൽ ഗയൂബായ സത്താറായ വഹാബായ വദൂദായ ലത്തീഫായ അല്ലാഹ് ഞങ്ങളെ മജ്ലിസിനെ നീ സ്വീകരിക്കണം അല്ലാഹ്. ബദരീങ്ങളെ സാന്നിധ്യം കൊണ്ട് ധന്യമായ മജ്ലിസാക്കണം അല്ലാഹ്. നിന്റെ മലായികത്തിന്റെ സാന്നിധ്യം കൊണ്ട് തിങ്ങി നിറഞ്ഞ മജ്ലിസാക്കണം അല്ലാഹ്. ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം അല്ലാഹ്. അല്ലാഹുവേ മഹാന്മാരാകുന്ന മശായിഖന്മാരുടെ അർവാഹിന്റെ സാന്നിധ്യം കൊണ്ട് ഇത് അനുഗ്രഹീതമായ മജ്ലിസാക്കണം അല്ലാഹ്. ഞങ്ങളവിടെ ചെലവഴിച്ച ഓരോ സെക്കൻഡ് സമയങ്ങളും നാളെ നിന്റെ കോടതിയിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തുന്ന അമലാക്കണം അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുത്തത് കാരണം ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. ഞങ്ങളെ ദോഷങ്ങളെ പൊറുക്കണം അല്ലാഹ്. ഞങ്ങൾ അറിഞ്ഞ് അറിയാതെ രഹസ്യമായി പരസ്യമായി പല തെറ്റുകുറ്റങ്ങളും ചെയ്തു പോയ മഹാപാപികളാണ് അല്ലാഹ്. എല്ലാം നിന്റെ മുമ്പിൽ ഞങ്ങൾ തുറന്ന് സമ്മതിക്കുന്നു അല്ലാഹ്. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഈ ദിവസത്തിന്റെ ഈ രാവിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദോഷങ്ങളെ പൊറുക്കണം അല്ലാഹ്. തെറ്റുകളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. തെറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളെ തൊട്ട് ഞങ്ങളെ വിദൂരത്താക്കണം അല്ലാഹ്. പിശാചിന്റെ കെണിവലയിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകണം അല്ലാഹ്. അവനെ ചെറുത്ത് തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് ശക്തി നൽകണം അല്ലാഹ്. ഞങ്ങളെ ഖൽബിനെ ഈമാൻ കൊണ്ട് പ്രകാശിപ്പിക്കണം അല്ലാഹ്. ഇഖ്ലാസും തഖ്വയും ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ഈമാൻ വർദ്ധിപ്പിക്കണം അല്ലാഹ്. ഞങ്ങളെ അഖ്വാലുകൾ നന്നാക്കണം അല്ലാഹ്. ഞങ്ങളെ അഫ്ആലുകൾ നന്നാക്കണം അല്ലാഹ്. ഞങ്ങളെ അഹ്വാലുകൾ നന്നാക്കണം അല്ലാഹ്. ഞങ്ങളെ ഹറകാത്ത് സകനാത്തുകൾ നന്നാക്കണം അല്ലാഹ്. ഞങ്ങളെ ഇടപാടുകൾ ഇടപെടലുകൾ നന്നാക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ കൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും വിഷമവും നീ വരുത്തല്ല അല്ലാഹ്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി എന്ന് പറയുന്ന ക്വാളിറ്റി ഉള്ളവരെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർത്തണം അല്ലാഹ്. അൽ മുസ്ലിം എന്ന ക്വാളിറ്റിയിൽ ഞങ്ങളെ ചേർത്തണം അല്ലാഹ്. ആ നിലക്കുള്ള മുസ്ലിമീങ്ങളാക്കി ഞങ്ങളെ നീ മാറ്റണം അല്ലാഹ്. അല്ലാഹുവേ നീ ഞങ്ങളോട് കരുണ കാണിക്കണം അല്ലാഹ്. നിന്റെ കാരുണ്യം കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണം അല്ലാഹ്. ഈമാനിന്റെ ഹലാവത്ത് നൽകണം അല്ലാഹ്. മഹബ്ബത്തിന്റെ
സ്വഹബത്തിന്റെ കമാലിയത്ത് നൽകണം അല്ലാ. സ്വാലിഹീങ്ങളുമായുള്ള സ്വഹബത്ത് നൽകണം അല്ലാ. ഇബാദത്തിന്റെ ലദ്ദത്ത് നൽകണം അല്ലാ. ഖൈറാത്തുകളിലേക്കുള്ള ഖുർബത്ത് നൽകണം അല്ലാ. മുത്ത് ഹബീബിനോടുള്ള മഹബ്ബത്ത് നൽകണം അല്ലാ. അവിടുത്തെ സുന്നത്തിനെ ഇത്തിബായി ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകിയതിലൊക്കെ ബറക്കത്ത് നൽകണം അല്ലാ. ഞങ്ങളെ സമ്പത്തിലും സമ്പാദ്യത്തിലും നീ ബറക്കത്ത് നൽകണം അല്ലാ. ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണം അല്ലാ. മക്കളിലും കുടുംബങ്ങളിലും ഐശ്വര്യം നൽകണം അല്ലാ. സന്തോഷം നൽകണം അല്ലാ. നിന്റെ സ്വാലിഹീങ്ങളെ ലിസ്റ്റിൽ ഞങ്ങളെ ചേർത്തണം അല്ലാ. ഞങ്ങളുടെ മക്കളെ ചേർത്തണം അല്ലാ. അല്ലാഹുവേ നീ ഞങ്ങളെ ഏറ്റെടുക്കണം അല്ലാ. നിന്റെ പക്കൽ വലിയ സ്വീകാര്യത കിട്ടുന്ന അടിമകളാക്കി ഞങ്ങളെ മാറ്റണം അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളിലേക്ക് ഒരുപാട് ന്യൂനതകൾ വന്നു പോകുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം റബ്ബേ. ഞങ്ങളിൽ വന്നു പോകുന്ന ന്യൂനതകളൊക്കെ പരിഹരിച്ചുകൊണ്ട് നിന്റെ പക്കൽ സ്വീകാര്യത കിട്ടുന്ന അമലുകളാക്കി ഞങ്ങളെ അമലുകളെ നീ മാറ്റണം അല്ലാ. ഇഖ്ലാസുള്ള അമലുകളാക്കണം അല്ലാ. നാളെ നിന്റെ കോടതിയിലെത്തുമ്പോ ഞങ്ങളെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടുന്ന ഇബാദത്തുകളാക്കി ഞങ്ങളെ ഇബാദത്തുകളെ നീ മാറ്റല്ല അല്ലാ. നീ സ്വീകരിക്കുന്ന ഇബാദത്തുകളിൽ ചേർത്തണം അല്ലാ. അല്ലാഹുവേ എത്ര കാലമാ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ അനുവദിച്ചതെന്ന് ഞങ്ങൾക്ക് അറിവില്ല റബ്ബേ. എത്ര കാലമാണെങ്കിലും അത് നിന്റെ പൊരുത്തത്തിലുള്ള ജീവിതമാക്കണം അല്ലാ. നിന്റെ പൊരുത്തത്തിലുള്ള ജീവിതമാക്കണം അല്ലാ. നിന്റെ പൊരുത്തത്തിലുള്ള ജീവിതമാക്കണം അല്ലാ. നിന്നെ മറക്കുന്ന ഒരു നിമിഷം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. നീ ഞങ്ങൾക്ക് നിന്റെ നിഅമത്തുകൾ വശാരമായി നൽകിയിട്ടുണ്ട്, വാരിക്കോരി തന്നിട്ടുണ്ട് റബ്ബേ. അതിന് മതിയായ ശുക്ർ ചെയ്യുന്നവരാക്കി ഞങ്ങളെ മാറ്റണം അല്ലാ. ശാകിരീങ്ങളിൽ ഞങ്ങളെ പെടുത്തണം അല്ലാ. ശാകിരീങ്ങളിൽ ഞങ്ങളെ പെടുത്തണം അല്ലാ. ശാകിരീങ്ങളിൽ ഞങ്ങളെ പെടുത്തണം അല്ലാ. നിന്നെ ഓർത്തുകൊണ്ട് നിനക്ക് ദിക്ർ ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഞങ്ങളെ നാവിനെ ശോലാക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ. ഗീബത്ത് പറയുന്ന നാവാക്കല്ല അല്ലാ. ഹറാമ് പറയുന്ന നാവാക്കല്ല അല്ലാ. ഹറാമ് കേൾക്കുന്ന കാതാക്കല്ല അല്ലാ. ഹറാമ് പ്രവർത്തിക്കുന്ന അവയവങ്ങളാക്കി ഞങ്ങളെ ശരീരാവയവങ്ങളെ മാറ്റല്ല അല്ലാ. ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ. ശരീരത്തിലെ 2 അവയവങ്ങളുണ്ട്, അതിനെ സൂക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ സ്വർഗത്തിന്റെ കാര്യം ഞാൻ ഉറപ്പു നൽകാമെന്ന് പരിശുദ്ധ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ റബ്ബേ. ആ 2 അവയവങ്ങളെയും സൂക്ഷിച്ച് ജീവിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണം അല്ലാ. ഞങ്ങൾക്ക് ദുനിയാവിൽ കിട്ടുന്ന കാലമത്രയും ഈബത്ത് പറഞ്ഞ് നമീമത്ത് പറഞ്ഞ് കളവ് പറഞ്ഞ് മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടെത്തിക്കൊണ്ട് നഷ്ടപ്പെടുത്തി കളയുന്ന അവസ്ഥ വരുത്തല്ല അല്ലാ. നാളെ ആഖിറ ലോകത്തേക്ക് ഉപകാരം കിട്ടുന്നു ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണം അല്ലാ. നീ ഞങ്ങളെ അനുഗ്രഹിക്കണം അല്ലാ. നീ ഞങ്ങളെ അനുഗ്രഹിക്കണം അല്ലാ. നിന്റെ പൊരുത്തത്തിലായുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണം അല്ലാ. ഞങ്ങളെ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാക്കല്ല അല്ലാ. മറ്റുള്ളവരെ കൊണ്ട് ഞങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടും വരുത്തല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ നീ മിത്രങ്ങളാക്കണം അല്ലാ. മിത്രങ്ങളെ നീ ശത്രുക്കളാക്കല്ല അല്ലാ. ഞങ്ങളെ മിത്രങ്ങളെ നീ ശത്രുക്കളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ നീ മിത്രങ്ങളാക്കണം അല്ലാ. പരസ്പരം സ്നേഹത്തിലും
സൗഹാർദ്ദത്തിലും സഹകരണത്തിലുമായി അല്ലാ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ. നീ ഞങ്ങളെ അനുഗ്രഹിക്കണം അല്ലാ. നിന്റെ പക്കൽ വലിയ കബൂലിയത്ത് കിട്ടുന്നവരാക്കി ഞങ്ങളെ നീ മാറ്റണം അല്ലാ. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങളെ കൊണ്ട് നീ ചെയ്യിപ്പിക്കണം അല്ലാ. അവിടുന്ന് വിഷമിക്കുന്ന ഒരു പ്രവർത്തനവും ഞങ്ങളെ കൊണ്ട് നീ ചെയ്യിപ്പിക്കല്ല അല്ലാ. ഈമാനിന്റെ ഹലാവത്ത് ഞങ്ങൾക്ക് നൽകണം അല്ലാ. മഹബ്ബത്തിന്റെ കമാലിയത്ത് നൽകണം അല്ലാ. സ്വാലിഹീങ്ങളുമായുള്ള സുഹബത്ത് നൽകണം അല്ലാ. ഇബാദത്തിന്റെ ലദ്ദത്ത് നൽകണം അല്ലാ. ഖൈറാത്തുകളിലേക്കുള്ള ഖുർബത്ത് നൽകണം അല്ലാ. മുത്ത് ഹബീബിനോടുള്ള മഹബ്ബത്ത് നൽകണം അല്ലാ. എല്ലാവിധ ഖൈറാത്തുകളിലും ഞങ്ങളെ നീ മുൻപന്തിയിലാക്കണം അല്ലാ. ഞങ്ങൾ ഏർപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളിലും നീ വലിയ വിജയം നൽകണം അല്ലാ. ഞങ്ങളെ സമ്പത്തിലും സമ്പാദ്യത്തിലും നീ അഭിവൃദ്ധി നൽകണം അല്ലാ. മഈശത്തിന്റെ മാർഗങ്ങളൊക്കെ നീ ഖൈറിലും ബറക്കത്തിലും വിജയത്തിലും ആക്കണം അല്ലാ. ഞങ്ങളെ മജ്‌ലിസുമായി സഹായിക്കുന്നവർ സഹകരിക്കുന്നവർ ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ എല്ലാവർക്കും നീ ഇസ്സത്തും ബറക്കത്തും നൽകണം അല്ലാ. ഇന്നത്തെ മജ്‌ലിസിലേക്ക് അല്ലാഹുവേ ഭക്ഷണം നൽകിയവരുണ്ട്, ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണം അല്ലാ. അവരുടെ മരണപ്പെട്ട ഉപ്പയുടെ റൂഹിലേക്ക് അതിന്റെ ഗുണങ്ങൾ നീ എത്തിച്ചു കൊടുക്കണം അല്ലാ. അവരെ ഖബർ നീ സന്തോഷമുള്ള ഖബറാക്കണം അല്ലാ. സ്വർഗീയമായ ആനന്ദമുള്ള ഖബറാക്കണം അല്ലാ. അവരെ ഞങ്ങളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിപ്പിക്കണം അല്ലാ. പരിശുദ്ധ ഹബീബിന്റെ ശഫാഅത്തിൽ ഉൾപ്പെടുത്തണം അല്ലാ. അല്ലാഹു ഇന്നത്തെ മജ്‌ലിസിലേക്ക് പായസം നൽകിയവരുണ്ട്, വിവിധങ്ങളായ സംഭാവനകൾ നൽകിക്കൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട് അല്ലാ. ഓരോരുത്തർക്കുമുള്ള ഉദ്ദേശങ്ങൾ എന്താണെന്ന് നിനക്കറിയാമല്ലോ റബ്ബേ. ഞങ്ങളിവിടെ സദസ്സിൽ വായിച്ച് കേൾപ്പിച്ചതുണ്ട്, അല്ലാത്തതുണ്ട് റബ്ബേ. എല്ലാവർക്കുമുള്ള ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണം അല്ലാ. വിഷമങ്ങൾ അകറ്റണം അല്ലാ. സമാധാനം നൽകണം അല്ലാ. സ്വസ്ഥത നൽകണം അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണം അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കൾ നൽകണം അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. വീടിന്റെ പണി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഖൈറായ വഴികൾ നീ എളുപ്പമാക്കണം അല്ലാ. തുടങ്ങി വെച്ചവർക്ക് പൂർത്തീകരിക്കാനുള്ള മാർഗങ്ങൾ നീ തുറന്നു കൊടുക്കണം അല്ലാ. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണം അല്ലാ. കോടികൾ കടത്തിലായി ബുദ്ധിമുട്ടാകുന്നവരുണ്ട് റബ്ബേ. ഈ മജ്‌ലിസിന്റെ രാവിന്റെ ബർക്കത്ത് കൊണ്ട് ബദരീങ്ങളെ ഹക്ക് കൊണ്ട് അല്ലാ, ഞങ്ങൾ ഈ മജ്‌ലിസിൽ ഓർത്ത മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ആ കടത്തിൽ നിന്നൊക്കെ നീ സലാമത്ത് നൽകണം അല്ലാ. അത് വീട്ടാനുള്ള ഹലാലായ വഴികൾ എത്രയും പെട്ടെന്ന് നീ തുറക്കണം അല്ലാ. നീ വഷളത്തരത്തിലാക്കല്ല അല്ലാ. നീ ഞങ്ങളെ വഷളത്തരത്തിലാക്കല്ല അല്ലാ. മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾ മോശക്കാരാകുന്ന അവസ്ഥ നൽകല്ല അല്ലാ. അല്ലാഹുവേ എല്ലാവിധ ഖൈറിന്റെ അബുവാബുകളും ഞങ്ങളെ കൊള്ള നീ തുറക്കണം അല്ലാ. എല്ലാവിധ ആഫത്ത് മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാത്ത് സംരക്ഷിക്കണം അല്ലാ. നീ ഞങ്ങളെ ഏറ്റെടുക്കണം അല്ലാ. നീ ഞങ്ങളെ കബൂലാക്കണം അല്ലാ. ഞങ്ങൾ ചോദിച്ചതും മനസ്സിന്റെ അകത്തുള്ളതുമായ മുഴുവൻ ആഗ്രഹങ്ങളിലെ ഖൈറുകളൊക്കെ സാധിപ്പിക്കണം അല്ലാ. ശർറുകളെ തട്ടി മാറ്റണം അല്ലാ. ഞങ്ങളെ ഈ മജ്‌ലിസിനോട് തുടങ്ങിയ കാലം തൊട്ട് ഇന്നേ വരെ ഇതിനു വേണ്ടി സഹായിച്ച സഹകരിച്ച പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകണം അല്ലാ. ഇത് ഈ ഭംഗിയായ രൂപത്തിൽ നടത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവർത്തകന്മാരുണ്ട്, അവരെ നീ അനുഗ്രഹിക്കണം അല്ലാ. അവർ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് കാരണമായി അവരുടെ ജീവിതത്തിൽ നീ വലിയ ബറക്കത്ത് നൽകണം അല്ലാ. അവരുടെ ഏർപ്പാടുകളൊക്കെ നീ വിജയത്തിലാക്കണം അല്ലാ. പഠിക്കുന്ന മക്കളുണ്ട്, പഠനത്തിൽ നീ പുരോഗതി നൽകണം അല്ലാ. പഠിച്ച് ഉന്നതങ്ങളിൽ എത്തിച്ചേരാൻ തൗഫീഖ് നൽകണം അല്ലാ. മാതാപിതാക്കൾക്ക് ഇഹത്തിലും പരത്തിലും സന്തോഷം നൽകുന്ന മക്കളാക്കി നീ അനുഗ്രഹിക്കണം അല്ലാ. അല്ലാഹുവേ മാതാപിതാക്കൾക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കുന്ന മക്കളാക്കി ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന മക്കളെ നീ അനുഗ്രഹിക്കണം അല്ലാ. ഈ മജ്‌ലിസിനെ ഖിയാമത്ത് നാൾ വരെ ഈ നാടിന്റെ വെളിച്ചമായി നീ നിലനിർത്തണം അല്ലാ. ഞങ്ങൾക്ക് ഈ മജ്‌ലിസിന് ഇജാസത്ത് നൽകിയ അഭിവന്ദരായ
പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നവ്വറല്ലാഹു മർഖദാ അവരെ ദറജനെ ഉയർത്തണം അല്ലാഹ്. അവരെ പൊരുത്തമുള്ള മജ്ലിസാക്കണം അല്ലാഹ്. അവരെ പൊരുത്തം കൊണ്ട് ഞങ്ങളെല്ലാ കാര്യങ്ങളും നീ വിജയത്തിലാക്കണം അല്ലാഹ്. അവര് കാണിച്ചെന്ന പാതയിലൂടെ മരണം വരെ ഇഖ്ലാസോടുകൂടി നിലകൊള്ളാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണം അല്ലാഹ്. ബഹുമാനപ്പെട്ട സമസ്തയല്ല ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടി നേതൃത്വം നൽകി മൺമറഞ്ഞു പോയ മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് സാദാത്യങ്ങൾ അല്ലാഹ് മഗ്ഫിറത്തും മർഹമത്തും നൽകണം അല്ലാഹ്. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ മാസത്തിൽ അനുസ്മരിക്കുന്ന ഞങ്ങൾ ഈ സദസ്സിൽ പ്രത്യേകമോ അനുസ്മരിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ശൈഖുനാ മാണിയൂർ ഉസ്താദ് അല്ലാഹുവേ അവിടുത്തെ ദറജനെ ഉയർത്തണം അല്ലാഹ്. അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണം അല്ലാഹുവേ. ഈ മാസത്തിൽ പ്രത്യേകം അനുസ്മരിക്കുന്ന മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് സാദാത്യങ്ങൾ ഖുതുബുസ്സമാൻ മൗലദ്ദവീല സയ്യിദ് അലവിൽ മുൻഫറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവർകളടക്കമുള്ള ബഹുമാനപ്പെട്ട ശൈഖുനാ പാറന്നൂർ ഉസ്താദ് അടക്കമുള്ള ബഹുമാനപ്പെട്ട ശൈഖുനാ ചെറുവാളൂർ ഉസ്താദ് അടക്കമുള്ള അല്ലാഹുവേ എം മുഹിയുദ്ദീൻ ഉസ്താദ് ആലുവ അടക്കമുള്ള ഒരുപാട് മഹത്തുക്കൾ വഫാത്തായ മാസമാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ കാപ്പിൽ ഉമർ ഉസ്താദ് ബഹുമാനപ്പെട്ട ശൈഖുനാ കുഞ്ഞാണി ഉസ്താദ് അടക്കമുള്ള ഒരുപാട് മഹാന്മാർ വഫാത്തായ മാസമാണ്. അല്ലാഹുവിന്റെ ദറജകളെ നീ ഉയർത്തണം അല്ലാഹ്. അവരെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. അവർ കാണിച്ചെന്ന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിൽ ബഹുമാനപ്പെട്ട സമസ്തയൽ ജംഇയ്യത്തുൽ ഉലമയുടെ പാതയിൽ മരണം വരെ ഇഖ്ലാസോടുകൂടി ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. ഈമാൻ സലാമത്താക്കണം അല്ലാഹ്. നല്ല ദിവസത്തിലും നല്ല സമയത്തും പരിശുദ്ധ ഹബീബിന്റെ പുഞ്ചിരിക്കുന്ന ഭൂമുഖം കണ്ട് സ്വർഗം കണ്ട് സന്തോഷത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. നീ തൗഫീഖ് നൽകണം അല്ലാഹ്. നീ തൗഫീഖ് നൽകണം അല്ലാഹ്. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയുടെ ചാരച്ചെന്ന സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പലതവണ സലാം പറയാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാഹ്. മാ ബൈന ഖബരി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. അല്ലാഹുവേ ആ ഇടത്തിൽ ചെന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യാനും പ്രാർത്ഥനകൾ നടത്താനും പലതവണ ഞങ്ങൾക്ക് നീ അവസരം നൽകണം അല്ലാഹ്. നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ പോയവർക്ക് വീണ്ടും പോകാനോ ഇതുവരെ പോകാൻ കഴിയാത്തവർക്ക് എത്രയും പെട്ടെന്ന് ആ പുണ്യഭൂമിയിൽ എത്താനോ നീ അനുഗ്രഹിക്കണം അല്ലാഹ്. നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ഹജ്ജ് ഉംറ സിയാറത്തുകളൊക്കെ നിർവഹിക്കാൻ നീ ഭാഗ്യം നൽകണം അല്ലാഹ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈറിൽ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.